എനിക്ക് വേണ്ടി പടച്ചറപ്പ് കുറഞ്ഞ ഒരു കാര്യം ചെയ്യാതെ ആരെങ്കിലും ഉടമയ്ക്ക് ഭാരമാകുന്ന അടിമയായി മാറിയാൽ അവനെ പിന്നീട് ഉടമ ചെയ്യുന്നിടണ്ട, അവനെ അല്ലാഹു ഡിസ്മിസ് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉടമയ്ക്ക് ഭാരമായ അടിമകളെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദില്ലതി ലം യഖ്ലഖ മിഥ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فكثروا فيها الفساد. സമൂത് ഗോത്രത്തെ കണ്ടോ, അവനും എന്റെ അടിമയാ. ആദ് ഗോത്രത്തെ കണ്ടോ, അവനും എന്റെ അടിമയാ. ഫറോവയെ കണ്ടോ, അവനും എന്റെ അടിമയാ. പക്ഷേ ഈ ഭൂമിയിലെ ഒരു കുഴമ്പത്തിന്, ഇവിടുത്തെ കുഴപ്പത്തിന് അവരുടെ പണം വിനിയോഗിച്ചപ്പോ അള്ള കൊടുത്ത പണമല്ലേ അത് ചെമ്മണ്ണൂരിനാണെങ്കിലും ആലുക്കാണെങ്കിലും ലുലുവിനാണെങ്കിലും പണം കൊടുക്കുന്നതാരാ? പണം കൊടുക്കുന്നതാരാ? വലില്ലാഹി ആകാശ ഭൂമികളുടെ ഖജനാവിന്റെ താക്കോല് പടച്ചറപ്പിന്റെ കയ്യിലാ. ആർക്കാണോ പണം കൊടുത്തത് ഓ പണം അവൻ ഫസാദിന് വേണ്ടി വിനിയോഗിച്ച. സ്വർണത്തിന്റെ ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന കണ്ണൂരില് ഫുട്ബോളിന്റെ ദൈവം ഡീഗോ മറഡോണ 24 മിനിറ്റ് സ്റ്റേജിൽ നിന്നപ്പോ 6 കോടി രൂപയാ ചെലവാക്കപ്പെട്ടതെങ്കിൽ ഡീഗോ മറഡോണ എന്ന ഫുട്ബോളിന്റെ ദൈവം അവൻ ആകാശത്തിന്റെ ദൈവമല്ല, ഭൂമിയുടെ ദൈവമല്ല. ഫുട്ബോളിന്റെ ദൈവം 24 മിനിറ്റ് നിന്നപ്പോ 6 കോടി രൂപയാ ചെലവഴിക്കപ്പെട്ടതെങ്കിൽ അള്ള പറയുന്നു എന്റെ സമൂതിനെ നിങ്ങൾ കണ്ടില്ല. കല്ലുനല മൗല ഉടമയ്ക്ക് ഭാരമായി മാറും. ഉടമയ്ക്ക് ഭാരമായി മാറിയാൽ എന്താ മനുഷ്യന്മാരെ പേടിച്ചു പോയാ? എന്താ പേടിക്കണമല്ലോ. ഉടമയ്ക്ക് ഭാരമായി ഉടമ എന്ത് ചെയ്യും? സൗദി അറേബ്യക്ക് ഭാരമായി അവരാരായി ഒരു നിമിഷം കൊണ്ട് സഹോദരങ്ങളൊന്ന് ആലോചിച്ചേക്ക്. എന്താ പണം? ഒരു നിമിഷം കൊണ്ട് പണിതിരിക്കുന്ന വീടിന്റെ പണി നിന്നില്ല. ഒരു നിമിഷം കൊണ്ട് നിത്താക്കത്ത് എന്ന് പറയുന്ന 4 അക്ഷരം സാമ്പത്തിക വ്യവസ്ഥയുടെ മേൽ മറ്റൊരു തിരിച്ചടിയായില്ലേ? എന്താ ഇവിടെ ഉള്ളത്? കെട്ടിപ്പൊക്കിയ കോട്ടകളെവിടെ? പണിത് വെച്ച സ്വപ്നങ്ങളെവിടെ? എല്ലാം തകർന്ന കരിപ്പണമായി. അവസാനം പിന്നീട് വീടുകളിൽ കൂട്ട നിലവിളിയായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ വാതിന് വരുന്നത് ഇപ്പോഴാ. 3 മാസം പെണ്ണുങ്ങൾ വാതിന് നന്നായിട്ട് വരും. കാരണം മാപ്പിളമാട് മുഴുവനും ഗൾഫിലാ, സൗദിയിലാ. മുഴുവൻ വരുന്ന പേപ്പർ ഉസ്താദ് ദുആ ചെയ്യണം. എന്തിന് 3 മാസത്തേക്ക് അബ്ദുള്ള രാജാവ് അല്പം മാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകൾ കൂടുതലാ. കാരണം ഇനി വാതിന്റെ സദസ്സിലെ ദുആ കൊണ്ടല്ലാതെ ചെയ്തെന്ന് നന്നായിട്ടറിയാം. ലിസീരിൽ പോയി അപ്പോളയിൽ പോയി ഇനി മുയിലാരുടെ ഊത്തല്ലാതെ പറ്റൂല എന്ന് എന്ത് ചെയ്യാം? അപ്പൊ പിന്നെ പള്ളിക്കാട്ടിൽ വന്നേ പറ്റൂ. കാരണം മിക്ക ഖത്തീബന്മാരുടെ റൂം ഖബർസ്ഥാന നേരെ എതിരെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു ചോദിക്കുന്നു സമൂദിനെ നിങ്ങൾക്കറിയില്ലേ? ആരാ സമൂദ് ഗോത്രം? ഇനി 2 അടിമകളെ കൂടെ അള്ളാഹ് പറയുന്നുണ്ട്. പക്ഷെ വിഷയം അവസാനിപ്പിച്ചിട്ട് ഞാൻ പോകും. അവസാനിപ്പിച്ചിട്ട് ഇതൊരായത് ഉടമയ്ക്ക് ഭാരമായി. ആ ഉടമയ്ക്ക് ഭാരമായ അടിമകളാണ് ആദ്, സമൂദ്, ഇറം, ഫിർഔൻ, ഹാമാൻ, കാറൂൻ, അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്. وثمود الذين جابوا الصخر بالواد. സമൂദിനെ നിനക്കറിയില്ലേ? അവര് പാറക്കെട്ടുകൾ കൈവിരലുകൾ കൊണ്ടാണ് തുറന്നിട്ട് വീടുണ്ടാക്കിയത്. എത്രയോ നാളുകൊണ്ട് നമ്മൾ കേൾക്കണ ചരിത്രമാ. സമൂത് ഗോത്രമാരാ. അവര് പാറക്കെട്ടുകൾ തുറന്നിട്ട് അതിന്റെ അകത്ത് JCBയുടെ പല്ലിലെ JCBന്റെ പല്ല്. JCB ഞാൻ പറഞ്ഞ എന്തോ JCB. എനിക്ക് JCB പോണ കാണുമ്പോ എനിക്ക് തോന്നുന്ന വലിയ ബ്രാക്കറ്റ് ഫ്രണ്ടില് മറ്റേ കൈയുണ്ടല്ലേ അത്. ഈ JCB റോഡിൽ കൂടെ പോണ കാണുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട് ഇവിടെ ഏതോ ഒരു തക്കവയുള്ള ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചു. കാരണം രൂപം കണ്ടിട്ട് ഇങ്ങനെ ആമീനും പിടിച്ചോണ്ടാ പോണാലും
ആ ഫ്രണ്ട് ബക്കറ്റ് ഇങ്ങനെ പൊന്തിട്ട് എപ്പോഴും ഒരു ആമയെ പിടിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക പോകുക. എന്തേ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ, ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുമ്പോ അയാളുടെ വിശ്വാസം എന്താണോ അത് ആ കണ്ടുപിടിക്കുന്ന സാധനത്തെ പ്രതിഫലിക്കും. ഇല്ലേ? ദുബൈയില് ബുർജുൽ അറബ് ടവർ ഉണ്ട്. അതിന്റെ ഏറ്റവും മുകളിൽ ഒരു കുരിശിന്റെ അടയാളമുണ്ട്. അത് പണിത എഞ്ചിനീയർ അമേരിക്കൻ ക്രിസ്ത്യാനിയാണ്. ആ ബുർജുൽ അറബിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ദുബൈ പിന്നീട് നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയത്. സൗദി അറേബ്യ ആ നമ്പർ പ്ലേറ്റും വെച്ചുകൊണ്ട് സൗദി അറേബ്യ വണ്ടി കയറ്റില്ല, കാരണം കുരിശിന്റെ അടയാളം. അയാൾ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ എന്ത് വെച്ച് അതുകൊണ്ടല്ലേ KSRTC ബസ് സ്റ്റാൻഡിൽ ധാരാളം ദൈവങ്ങളുടെ ഫോട്ടോ വേണം. അത് ഓടിക്കുന്ന ഡ്രൈവർ ആരാ കണ്ടക്ടർ ആരാന്ന് പെട്ടെന്ന് തിരിച്ചറിയാം. പക്ഷെ നമ്മൾ ആരെങ്കിനകത്തോടെ മദീന മക്കയെ വെക്കാറില്ല. നമ്മളെപ്പോഴും മതേതരത്ത് അങ്ങനെ തന്നെ കാത്തു. നിങ്ങൾ ഏതെങ്കിലും KSRTC ബസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും KSRTC ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കൊണ്ടുപോയി മക്കയുടെ മദീനകളിൽ അള്ളാഹ് നോക്കണേ. നമ്മൾ ബോധമുള്ളവരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവരെ മിക്ക KSRTC ബസ് സ്റ്റാൻഡിലും കാണാൻ എത്ര ദൈവങ്ങളുണ്ടാവും. നമ്മൾ ആരുടെയും വിശ്വാസത്തെ മുറിപ്പെടുത്താനുള്ളവരല്ല. നമ്മുടെ വിശ്വാസം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതോടുകൂടെ തന്നെ മറ്റാളുടെ വിശ്വാസത്തേക്ക് നമ്മൾ കടക്കാറുമില്ല. അതാണ് മുസ്ലിമിന്റെ പൊതുധാര. അള്ളാഹു നിലനിർത്തി തരട്ടെ. സമൂത് ഗോത്രം ഞാൻ പറഞ്ഞു. സമൂത് ഗോത്രം കൈവിരലുകൾ കൊണ്ട് പാറ തുരന്നിട്ട് അതിന്റെ അകത്ത് വീടുണ്ടാക്കി. അതെന്തിനാ? അപ്പൊ വീടിന്റെ മുകളിൽ ഭരണം മനസ്സിലാവണില്ലേ? ഉണ്ടോ ഇല്ലയോ? ചുമ്മാ പറഞ്ഞു മതി. ഇതിപ്പോ പണ്ട് പോലെ നമ്മൾ പഠിക്കണ സമൂതാര അവന് വിരല് മെഴുകു പോലെയാ പാറ തുറന്നു അതിന്റെ അകത്ത് വീട് വെച്ചു. അതിന്റെ മുകളില് വീടിന്റെ മുകളില് എന്തിട്ട് മനുഷ്യന്മാരാ പടച്ചത്. വീടിന്റെ മുകളില് പാറ, വലിയ പാറ. അതെന്തിനാ അങ്ങനെ അവന് വീട് വെച്ചെന്തിന്? ഇതവനെ ഖുർആന്റെ ഒരു ആയത്ത് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം. പടച്ചോനെ എന്താ അങ്ങനെ വെക്കാൻ കാരണം? ചുമ്മാ പാറ തുറക്കോ? ഇല്ലല്ലോ. അപ്പൊ എന്തിനാ തുറന്നേ? അവർക്കറിയാം സരസരിനെ ആട്ടിയ അവരുടെ മുൻഗാമികളായ സമൂഹം ആദുഗോത്രമാ. സമൂഹത്തിന് മുമ്പ് വന്ന ഗോത്രമല്ലേ ആദുഗോത്രം. ആദുഗോത്രത്തിനോട് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആദേ ഉടമയ്ക്ക് ഭാരമാകരുത്, അല്ലാഹുവിന്റെ കൽപ്പനകളെ തിരസ്കരിക്കരുത്, താന്തോന്നികളായിട്ട് നിങ്ങൾ ജീവിക്കരുത്. ആ സമയത്ത് ആദുഗോത്രം അതിനെ തള്ളിക്കളഞ്ഞപ്പോ അല്ലാഹു ആദുഗോത്രത്തെ നശിപ്പിച്ചത് എങ്ങനെയാ? സത്തറഹാലയും സബഅലയാലിനവസമാനിയത അയ്യാം. 7 രാത്രിയും 7 രാത്രിയും 8 പകല് നീണ്ടു നിന്ന പേമാരി തിമിർത്തു പെയ്തു. ആകാശത്തിന് മഴ പെയ്തപ്പോ 7 രാത്രിയും 8 പകല് നീണ്ടു നിന്ന മഴ പെയ്തപ്പോ ആ മഴയിൽ വീടുകൾ തകർന്നടിഞ്ഞിട്ട് ആദുഗോത്രക്കാര് നശിച്ചു പോയില്ലയോ? ചത്തുമരച്ചു പോയില്ലയോ? അവർക്ക് ശേഷമാണ് സമൂത് വരിക. തങ്ങളുടെ പിതാമഹന്മാരും മഴ പെയ്തപ്പോ അല്ലാഹു മഴ പെയ്യിപ്പിച്ചപ്പോ അവരുടെ വീടുകൾ തകർന്ന് മരിച്ചെന്നറിഞ്ഞപ്പോ സാലിഹ് നബി സമൂദിനോട് പറഞ്ഞ സമൂട് അല്ലാഹുവിനെ തിരസ്കരിക്കരുത്, പടച്ചറപ്പിനെ വലിച്ചെറിയരുത്. അല്ലാഹു നിങ്ങളെ ആദിനെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ, എടാ സാലിഹേ, നിന്റെ അല്ല ഞങ്ങളെ നശിപ്പിക്കില്ലടാ. പാറ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ വീട് വെച്ചിട്ട് ആദിനെ നശിപ്പിച്ചതുപോലെ മഴ പെയ്ത, ആദിനെ നശിപ്പിച്ചതുപോലെ മഴ പെയ്ത ഞങ്ങളുടെ വീടുകൾ തകരില്ല സാലിഹേ. പാറയുടെ ഉള്ളിലാണ് ഞങ്ങളുടെ വീട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പടച്ചറപ്പിനെതിരെ തിരിഞ്ഞ സമൂട് എന്തേ ചെറുപ്പക്കാരാ ചിന്തിക്കുന്നില്ല? നമ്മുടെ കുറെ മാനദണ്ഡങ്ങളൊക്കെയുണ്ട്. ജപ്പാനിന് സുനാമി ആഞ്ഞടിച്ചപ്പോ ഇപ്പം വെക്കുന്ന വീടുകൾ ഭൂകമ്പത്തെ തടയാൻ കഴിയുന്ന വീടുകളാണത്രേ. ഏത് ഭൂകമ്പമാ? ഭൂകമ്പത്തെ തടയുന്ന വീടുകളുടെ ബോംബെ മുനിസിപ്പാലിറ്റി
അതോറിറ്റി ഇപ്പോൾ അനുവാദം കൊടുക്കുകയുള്ളൂ. അള്ള പിടിച്ചിട്ട് ഭൂമി കുലുക്കിയാൽ തകരാൻ പാടില്ല. സമൂത് ചെയ്ത അതേ മനോഭാവമല്ലയോ സമൂത് വീണ്ടും പുനരാവിഷ്കരിക്കുകയല്ലയോ? ഖുർആൻ പറഞ്ഞ കഥാപാത്രം അവസാനിക്കുകയല്ലല്ലോ. ആ സാലിഹ് നബിയോട് പറഞ്ഞ സാലിഹേ, അള്ളാന്റെ ശിക്ഷ വരാൻ പോവുകയാ. വീടിന്റെ ഉള്ളിൽ വാതിലടച്ചിരുന്നിട്ട് പാറക്കെട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞ സാലിഹേ, കഴിയുമെങ്കിൽ നിന്റെ അള്ളയോട് ഞങ്ങളെ നശിപ്പിക്കാൻ പറയടാ. സഹോദരങ്ങളെ സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഏമാര് പെയ്തില്ല, കാർമേഘം വന്നില്ല, ആകാശം പിളർന്നില്ല, ഭൂമി കുലുങ്ങിയില്ല. ആകാശത്തിരിനാദം മുടങ്ങി. വീടിന്റെ ഉള്ളിൽ പാറക്കെട്ടിന്റെ ഉള്ളിലെ വീടുകള് അള്ളാനെ ഭയക്കാതിരുന്ന സമൂത് ഗോത്രം അവര് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പിടഞ്ഞു വീണുപോയി. ആകാശത്തെ ഇടിനാദത്തിന്റെ ശബ്ദം സഹിക്കാൻ കഴിയാതെ 120 ഹെർട്സിന് മുകളിലോട്ടുള്ള ആവൃത്തിയുള്ള ശബ്ദതരംഗം അതൊരു മനുഷ്യനെ സഹിക്കാൻ പറ്റില്ല. ആകാശത്തിന് വെള്ളിടി മുടങ്ങിയപ്പോ കൊന്നത്തടിയുടെ വലിപ്പമുള്ള സമൂത് ഗോത്രം ഹാർട്ട് അറ്റാക്ക് വന്ന് ഇരുന്ന സ്ഥലത്തിരുന്നിട്ട് ചത്തുപോയെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. മോനെ മരിക്കില്ലെന്ന് പറഞ്ഞ ഫറോവയും മരിച്ചില്ലേ? പോട്ട് മരിച്ചില്ലേ? ബോംബെയിലെ പാവപ്പെട്ട നിരപരാധികളുടെ റൂഹിനെ പിടിച്ചെടുക്കാൻ പറഞ്ഞ ബാൽട്ടാക്കരുടെ റൂഹ് പിടിക്കാനും അസ്രായീൽ വന്നില്ലയോ? ഇവന്റെ റൂഹ് പിടിക്കാൻ ചൂണ്ടിക്കാണിച്ചവന്റെ റൂഹ് പിടിക്കാൻ അള്ള വന്നപ്പോ അവൻ അല്ലാഹുവിന് ഉടമയ്ക്ക് വേണ്ടാത്തവനായി മാറി. അയിനമായി അവൻ എവിടോട്ട് തിരിഞ്ഞാലും നന്മ ചെയ്യില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പിന്നെ മഴ പെയ്തില്ല, പിന്നെ ഇടിവെട്ടിയതേ ഉള്ളൂ, ചത്തു, തീർന്നു. ഇനി അതിന്റെ അപ്പുറത്തേക്ക് കഥയില്ല. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം അള്ളാന്റെ അടിമകളെ കുറിച്ച്. ഇനി അടുത്ത ആയത്ത് അള്ളാഹു ഉടമയ്ക്ക് ഭാരമായ അടിമയാക്കാതിരിക്കട്ടെ. ആമീൻ പറയും. മനുഷ്യന്മാരെ ഒന്ന് ചിന്തിച്ചു നോക്ക്, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? നമ്മൾ സാധാരണ വാപ്പ പോലും പറയൂലേ, ഇനി നിനക്ക് ഈ തീറ്റ നിന്ന് തീറ്റിപ്പറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല, ഇറങ്ങിപ്പോയി ജോലി ചെയ്യാൻ വാപ്പ തന്നെ പറയൂലേ. പിന്നെ അള്ള വായു തരുന്ന അള്ള, ഭക്ഷണം നൽകുന്ന അള്ള, ആരോഗ്യം തന്ന അള്ള, ഭാര്യയെ തന്ന അള്ള, മക്കളെ തന്ന അള്ള, ഇതെല്ലാം തന്നിട്ടും തമ്മാടി പിന്നെ നീ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇനി എനിക്ക് നിന്നെ വേണ്ടടാന്നല്ല തീരുമാനിച്ചാൽ എന്റെ പൊന്നു സഹോദരങ്ങളെ താഴെ കിടന്നിട്ടും മണ്ണി കിടന്ന് പെടയാനല്ലാതെ പിന്നെ പടച്ചറപ്പിന്റെ മുമ്പിലൂടെ നടക്കാൻ കഴിയില്ല. അള്ളാഹു കാക്കട്ടെ. ഞാൻ എന്റെ പൊന്നു സഹോദരങ്ങളോട് സഹോദരിമാരോട് കൽബിൽ തൊട്ട് പറയുകയാണ്, നമ്മുടെ ജീവിതം വെച്ചിട്ട് അള്ളാഹുവേ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പടച്ച റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ഒരു തിരിച്ചുനോട്ടമുണ്ടാകട്ടെ. ഞാനൊരു ഭാരമാവുന്നു, ഞാൻ അള്ളാഹുവിന് ഭാരമായി മാറുന്നു. മദ്യപാനത്തിന്റെ, ചരസിന്റെ, കഞ്ചാവിന്റെ, പീഡനത്തിന്റെ, സർവ്വതിന്റെയും പണ്ടൊക്കെ ഉമ്മമാര് പറയുമായിരുന്നു കുട്ടികളെ 10ാം ക്ലാസ് കഴിഞ്ഞ നഴ്സറി വിടാൻ പേടിയാണ്. ഇപ്പൊ ഉമ്മമാര് മാറ്റി കുട്ടികളെ കോളേജിൽ വിടാൻ പേടിയാന്ന് പറയുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകമല്ലേ. ഇന്ന് ഉമ്മമാര് മാറ്റി ഇന്ന് കുട്ടികളെ നഴ്സറി വിടാൻ പേടിയാണ്. എന്തൊക്കെ വിവാദങ്ങൾ. മനുഷ്യൻ നന്നാകുന്നു എന്ന് മാത്രമേ ഇതിന്റെ പ്രത്യേകതയുള്ളൂ, വേറൊന്നുമില്ല. ടൈറ്റായ ജീൻസ് ഇട്ടിട്ട് പെണ്ണുങ്ങൾ നടക്കാൻ പാടില്ല എന്ന് രജീന്ദർ കുമാർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പറഞ്ഞു. എന്താ അയാളെ കൊല്ലാൻ വേണ്ടി വീണല്ലേ? ഞാൻ അയാളെ പക്ഷത്താ. ടൈറ്റായ ജീൻസ് ഇട്ടിട്ട് നടക്കാൻ പാടില്ല എന്ന് ഞാൻ അത് പറയാം. അങ്ങനെ കുറെ ആളുകളെ എന്നാ അറിയാവുന്നവരെ വിളിക്കും, വാക്കവി വിളിക്കും, ചേലക്കുളിസ്ഥാനെ വിളിക്കും, അബൂഖുർസ്ഥാനെ വിളിക്കും. ഒരു ചർച്ചയുണ്ട്, നിങ്ങൾ വരാൻ പറയാം, നമ്മുടെ നിയമങ്ങൾ പറയും. മറ്റതങ്ങനെയല്ല. അതിപ്പോ എന്താണെങ്കിൽ അങ്ങനെ ജീൻസ് ഇട്ടൊന്ന് ഇട്ടിട്ട് നടന്നാൽ ഒരു പെണ്ണിനെ കണ്ടാൽ പുരുഷന് ഹാലിളവും. അപ്പൊ വേറൊരു ഹൈവായി ഇരുന്നിട്ട് പറയാം മുസ്ലിം സ്ഥാനത്തിൽ അവർക്ക് മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ച് അവൻ പറയാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ നബി തങ്ങൾ പറഞ്ഞത് മനുഷ്യൻ നന്നാവണം, അവന്റെ ഹൃദയം നന്നാവണം. അങ്ങനെ നിങ്ങൾക്കൊരു പെണ്ണിനെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നിയാൽ നിങ്ങൾ നോമ്പ് പിടിച്ചു കൊള്ളട്ടെ. അവൻ പറയാം ആ ഹൈവാനോട് ചോദിക്കണ്ടട പുള്ളെ, ഒരു പെണ്ണിങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് ഒരു പെണ്ണ് മുമ്പിൽ കൂടെ പോവാ, ഇവൻ ആ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി ആ പെണ്ണിനെ നോക്കിയിട്ട് നവരിത്തു സൗമകത്തിന് അതാ എന്ന് പറഞ്ഞാൽ ഒരു പറയുന്നതിന് തീരുമായിട്ടൊരു ബന്ധം വേണ്ടേ? അല്ലെ?
അങ്ങനെ ഒന്നിനെ കണ്ടതിന് ശേഷം പടച്ചോനെ ഞാൻ ഇതൊന്നുമില്ല സമീന വർത്തകന ഉഫ്രാനൊക്കെ റബ്ബനാനവൈത്തു. ആ നോമ്പ് പിടിച്ച് അതിന്റെ ഗുണം കിട്ടണോ തന്നെ മകരി പോലെ ആവണ്ടേ? അതുവരെ പിടിച്ചിരിക്കണെന്ത്? അപ്പൊ കുറെ ജീവികൾ ഇരുന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണ്. ലോകത്ത് മുഴുവനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നടമാടുന്നു. അതിന്റെ ഇടയിൽ കുറെ ആൾക്ക് ദീൻ വേണ്ട, കുറെ ആൾക്ക് ദീൻ വിൽക്കണം. ഇതിന്റെ എല്ലാം ഇടയിൽ ഒരു കൂട്ടം ഇവിടെ ഒരുമിച്ച് കൂടി. ഇത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള കൂട്ടമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന നല്ല കൂട്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ കൂട്ടത്തെയും നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ചേലക്കൽ ഉസ്താദ് പറഞ്ഞത് കേട്ടപ്പോ എന്റെ കൽബ് പൊടിയുകയായിരുന്നു. ലോകത്താരും താങ്ങാനില്ലാത്ത ഒരിറ്റി ജലം കൊടുക്കാത്ത ആളുകളുണ്ട്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ആലിമ്യങ്ങളും മുത്തഅല്ലിമ്യങ്ങളും വസ്ത്രം വെള്ളയാണെങ്കിലും വെള്ള വസ്ത്രത്തിന്റെ അടിയിൽ നിങ്ങൾ ആരും അറിയാത്ത ഒത്തിരി ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖങ്ങൾ ഒരു പള്ളിയിൽ 1500 രൂപയ്ക്ക് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ പോലും വസ്ത്രം ആ നാട്ടിലെ ഏറ്റവും നല്ലവന്റെ വസ്ത്രമായിരുന്നു. കാരണം വെള്ള വസ്ത്രം ധരിക്കാൻ അവർ പിടിച്ചവന്. പക്ഷേ അവരുടെ ഉള്ളിലെ ദുഃഖം തിരിച്ചറിയാൻ ഇന്നേ വരെ ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. വിമർശിക്കാനല്ലാതെ. ചില ഉസ്താദ് പറഞ്ഞു ഈ പരിപാടി ഇവിടെ വെക്കുമ്പോ ഇതിനും ആളുകൾ നിരുത്സാഹപ്പെടുത്തി എന്ന് പറയുമ്പോ ഞാൻ ആശ്വസിക്കുകയാണ്. പടച്ചിലപ്പോ ഞാനൊക്കെ എത്രയോ ഭാഗ്യവാന്മാര്. എന്നെയൊക്കെ ആരെങ്കിലും എന്തേലും പറഞ്ഞാലും നമ്മളൊന്ന് ഈ പാവങ്ങളെ കുറിച്ച് പറയുമ്പോ അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. ഒരു നല്ല അടിമയാവാൻ തയ്യാറുണ്ട്. ഉണ്ട്. ضرب الله مثلا رجلين أحدهما أبكم لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل أكثرهم لا يعلمون. الله പറയുകയാണ് അടിമ. രണ്ടാമത്തെ അടിമയല്ല പറയുകയാണ് അവൻ മൂകനാണ്. അവന് കണ്ണ് കാണില്ല, അവന് ചെവി കേൾക്കില്ല. ഏതൊക്കെ കേട്ടാലും അവന്റെ ഹൃദയം ഇളകുകയില്ല, അവന്റെ കണ്ണ് തുറക്കുകയില്ല. അല്ല പറയുകയാണ് അവനെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമേ അല്ല. അവൻ മൂടന, കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല. അവനെ കൊണ്ട് വഴി കിടക്കുന്ന ഒരു തടസ്സമെടുത്ത് മാറ്റാനും കഴിയും. അങ്ങനെ ഒരു അടിമയാകരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചെയ്യാൻ കഴിയും അന്നാളെ കണ്ണനും ചെയ്യാൻ തന്നാലായത് എന്ന് പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് ചെയ്യാൻ കഴിയുന്ന ഒരാളായി മാറും. അള്ളാഹുവേ, ഞാൻ പൊട്ടനല്ല, ഞാൻ കണ്ണ് കാണാത്തവനല്ല, എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അള്ളാഹുനാക്കി തരട്ടെ. അള്ളാഹുനാക്കി തരട്ടെ. അള്ളാഹുനാക്കി തരട്ടെ. നമുക്കെല്ലാം കൂടെ എന്നിട്ട് അള്ളാഹു മൂന്നാമത്തെ അടിമയെ പറയുക. അതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗം. അള്ളാഹു ചോദിക്കുന്നു വമ്മൻ, ഒരാൾ. വമ്മൻ, ഒരാൾ. അതാരാ വമ്മൻ? ഒരാൾ. അതാരാ? ധാരെ കുറിച്ചിറങ്ങിയ ആയത്താ. വമൻ, ഒരാളെ അറിയോ നബിയെ? ഒരടിമയെ അറിയോ? ആ അടിമയാരെന്നറിയോ? അടിമയാരെന്നറിയോ? അടിമയാണ് ഖുർആൻ സ്തുതിച്ച അടിമ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ, പടച്ചറപ്പിന്റെ അടിമയായി മാറി ജീവിച്ച, എല്ലാ സൗകര്യങ്ങളും കൈവെള്ളയിൽ കിട്ടുമ്പോ എല്ലാം അനുസരിച്ച് ജീവിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നമ്മളിവിടെ പഠിക്കുകയാ. ഈ കണ്ണന്തറയിൽ വെൽഫെയർ അസോസിയേഷൻ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ വെറുതെ എല്ലാ ഖുർആൻ സ്തുതിച്ച അടിമ എന്ന വിഷയം ഞാൻ കൊടുത്തത് ഇവര് ചെയ്ത അതേ പ്രവർത്തനം ജീവിതത്തിലേക്ക് എടുത്ത താവറിന്റെയും തനാസറിന്റെയും പ്രതീകമായി മാറി. ആരാ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തുകളിലെ ഏറ്റവും അപൂർവതയുള്ള സഹാബിയാ. 2 ഹിജ്റ ചെയ്ത സഹാബി, 2 ഹിജ്റ ചെയ്ത സഹാബി, 2 ഹിജ്റ ചെയ്ത സഹാബി. അബ്സീനിലേക്ക് ഹിജ്റ ചെയ്തു, മദീനത്തേക്ക് ഹിജ്റ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു
ഹിജറ ചെയ്തു വരുമ്പോ അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം സ്വന്തം കുടുംബത്തോടൊപ്പം ഹിജറ ചെയ്ത രണ്ടാമത്തെ ആളാരെന്നറിയോ? അതെന്റെ ഉസ്മാനാണ്, ഉസ്മാനാണ്, ഉസ്മാനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിലോട്ട് കളത്തണം. ഇന്ന് ഇറങ്ങി പോകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ മോഡലാവണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും വന്ധ്യവയോധികന്മാർക്കും ഒരേപോലെ റോൾ മോഡലായി മാറുന്ന ചരിത്രത്തിന്റെ അപൂർവമായ നിമിഷങ്ങളെ തന്റെ ജീവിതം കൊണ്ട് രൂപാന്തരപ്പെടുത്തിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ അപൂർവമായ ഭാഗ്യം കിട്ടിയ ആളാ. ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കള്, ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യാൻ ലോകത്തേതെങ്കിലും ഒരു പുരുഷന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നബിയുടെ രണ്ട് പെൺമക്കള്, ഒരു പ്രവാചകന്റെ ഒരു മകളെയൊക്കെ വിവാഹം ചെയ്തിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം ചെയ്തത് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളെയാ. പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല അടിമയായ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹ്, നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കള് ആദ്യം റുഖിയ റളിയല്ലാഹു തആല വിവാഹം ചെയ്തു. ബദർ യുദ്ധത്തിന്റെ സമയം നടക്കുമ്പോൾ റുഖിയ റളിയല്ലാഹു അൻഹ വഫാത്തായി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളല്ലേ, സ്വന്തം മകൾ വഫാത്താകുമ്പോ എന്റെ പൊന്നു ചെറുപ്പക്കാരെ മനസ്സിലാക്കുക, സ്വന്തം മകൾ വഫാത്തായി കഴിഞ്ഞപ്പോ മരുമകൻ വിവാഹിതനായി നടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട മരുമകന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു അത്ര ഉസ്മാൻ, ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്റെ രണ്ടാമത്തെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരികയാ. ഉമ്മു കുൽസൂമുമായി ജീവിതം ആരംഭിച്ചു. അള്ളാന്റെ റസൂലിന്റെ അവസാന കാലഘട്ടമാകുമ്പോ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്തായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരീക്ഷണങ്ങളേറെ വാങ്ങിച്ച സഹാബി. ആദ്യത്തെ ഭാര്യ വഫാത്തായി, രണ്ടാമത് വിവാഹം ചെയ്തു കൊടുത്തു. ആ പെണ്ണും വഫാത്തായി. തന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ മകളെ ജനാസ അടക്കിയിട്ട് അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ദീർഘായുസ് നൽകട്ടെ. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ പെരുമ്പാവൂർ പ്രദേശത്ത് എവിടെയോ ആണ് ഒരു ഉസ്താദിന്റെ ഭാര്യ മരിച്ചത്. തലയിൽ വെള്ളം ചുമന്നിട്ടോ കുളിച്ചിട്ട് തിരിച്ചു കയറി വരുമ്പോ ഒരു മരത്തിന്റെ കൊമ്പടിഞ്ഞ് തലയിൽ വീണിട്ടാണ് ഒരു പള്ളിയിലെ ഇമാമിന്റെ ഭാര്യ മരിച്ചു പോയത്. അല്ലാഹുവേ, ഈ ഭാഗത്തോട് അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹുവേ. ഒരു കൂരയുടെ കീഴിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹുവേ ജീവിച്ചു കൊതി തീരുന്നതിനു മുമ്പേ, സ്നേഹിച്ചു കൊതി തീരുന്നതിനു മുമ്പേ അല്ലാഹുവേ പൊടുന്നനെയുള്ള മരണങ്ങൾ കൊണ്ട് നീ വിട്ടു പിരിപ്പിക്കല്ലേ അല്ലാ. പൊടുന്നനെയുള്ള മരണങ്ങൾ കൊണ്ട് വിട്ടു പിരിപ്പിക്കല്ലേ അല്ലാ. രാവിലെ സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭർത്താവ് വൈകുന്നേരം വഴിക്കണ്ണുമായി കാത്തിരിക്കുമ്പോ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുറ്റത്ത് വരുമ്പോ അല്ലാഹുവേ എന്റെ ഭാര്യയും മക്കളും കിടന്ന് നിലവിളിക്കുമ്പോ അരുമക്കീടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. അല്ലാഹുവേ മക്കള് വിളിക്കുമ്പോ ഭാര്യ വിളിക്കുമ്പോ ആ ഒരവസ്ഥയിൽ നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. താൻ വിവാഹം ചെയ്തു കൊടുത്ത ആദ്യത്തെ മകളും മരിച്ചു, രണ്ടാമത്തെ മകളും മരിച്ചു. തന്റെ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ മയ്യത്തടക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കബറിടത്തിന്റെ ചാരത്ത് നിൽക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത്ര ഉസ്മാനേ, 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 എനിക്ക് മൂന്നാമതൊരു പെൺകുഞ്ഞു കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കയ്യിൽ പിടിച്ചു തന്നെ മൂന്നാമത്തെ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരുമായിരുന്നെന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സഹാബത്തെന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോ അവരനുഭവിച്ച ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, എന്നിട്ടും അവർക്ക് വേണ്ടി ആയത്തിറങ്ങി, ഉസ്മാനെ നീ എന്റെ ഏറ്റവും നല്ല അടിമയാ, നീ എന്റെ ഏറ്റവും നല്ല അടിമയാ. ചിന്തിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പുതിയ വിഷയത്തിലേക്ക് സഹാബത്തിന്റെ കഥ പറയുമ്പോ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോ കണ്ണ് നിറയാറില്ലേ? അവര് സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ആദ്യം സ്വർഗത്തിന്റെ വാതിലിൽ പിടിക്കുന്നത് സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നാളെ സ്വർഗത്തിൽ ആദ്യം കൈപിടിക്കുന്നത് അവിടെയല്ലേ? അള്ളാഹു നമ്മളെ അവരുടെ കൂടെ എത്തിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹുവിടെ എത്തിക്കുമാറാകട്ടെ. അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? ഈ സഹാബത്തിന്റെ പുറകിൽ നിൽക്കേണ്ടവരല്ലേ നിങ്ങൾ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, വയൗമ തശക്കക്കു സ്സമാഉ ബിൽ ഗമാമി വനുസിലൽ മലായികതു തൻസീലാ. വയൗമ തശക്കക്കു സ്സമാഉ ബിൽ ഗമാമി വനുസിലൽ മലായികതു തൻസീലാ. നാളെ പരലോകത്ത് ആകാശം പൊട്ടിപ്പിളരും, മഹിസറ ഹാജരാവും. ആ സമയത്ത് മഹിസറ തുടങ്ങുമ്പോ ആകാശ ലോകത്തിന് തന്നെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന്. നാളെ അല്ലാഹുവിന്റെ മലക്കുകൾ കൂട്ടമായി ഇറങ്ങി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് തീരേണ്ട താമസം, ഈ ആയത്ത് ഇറങ്ങേണ്ട താമസം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയേ മലക്കുകൾ ഇറങ്ങി വരുന്നത്? മഹിസറയിൽ എങ്ങനെയാണ് നബിയെ മലക്കുകൾ ഇറങ്ങി വരുന്നത്? ഈ സഹാബത്തിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകണോ? അല്ലാഹുവിന്റെ ജീവിതത്തെക്കാൾ വലുതാണ് വഫാത്ത്. അത് കരയാണ്, പറയാൻ കഴിയില്ല. അതും പറഞ്ഞേ നമ്മൾ ഇവിടെ നിന്ന് പിരിയോ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് അങ്ങനത്തെ വഫാത്താ. പക്ഷേ പരലോകത്തവരുടെ പുറകിൽ നിൽക്കണമെങ്കിൽ സഹാബത്ത് ചോദിച്ചു, നബിയെ കൈഫ യുജാഉ ബിക കൈഫ യൻസിലു ബിക യാ റസൂലല്ലാഹ്. മലക്കുകൾ കൂട്ടമായിട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ അവരൊച്ചത്തി വിളിച്ച് പറഞ്ഞുകൊണ്ടാ വരിക, ദിക്ർ പറഞ്ഞുകൊണ്ടാ. കോടി മലക്കുകൾ ഒരേ സമയത്ത് ദിക്ർ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ഏത് ദിക്റാണ് നബിയേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ ഇറങ്ങുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇല്ല, മലക്കുകൾ പറയുന്ന ദിക്ർ ഏതാ? അതും കൂടെ പഠിച്ചോളി. വാത് കഴിഞ്ഞൊന്ന് 2 ദിക്ർ ഞാൻ പഠിപ്പിച്ചു. ഒന്ന് സുബ്ഹാനല്ലാഹി, ഉറക്കെ. ഇതാണ് മനുഷ്യന്മാരെ ഈ സദസ്സിന്റെ പ്രതിഫലം. ഇത് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹ് സ്വീകരിക്കും. സ്വീകരിക്കാതിരിക്കൂല. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ മുമ്പിൽ വന്നിട്ട്, ഉസ്താദേ 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, എനിക്ക് വാപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, ആകെയുള്ളത് എന്റെ ഭാര്യ. 20 വർഷമായി കുട്ടികളില്ല. ഇപ്പൊ അവളും എന്നെ വേണ്ടാന്ന് പറയുന്നു. ഉസ്താദ്, അവൾക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ല. ആ ഒരു 48 വയസ്സെന്ന മനുഷ്യന് ഷാർജയിൽ ജോലിയാ. ഉസ്താദെ ദുആ ചെയ്യണം, എന്റെ ഭാര്യയും പോയ എനിക്ക് ആരുമില്ല, വാപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല, ആരുമില്ല. 6666 സദഖയും തന്നിട്ടുണ്ട്. മിനിങ്ങാന്ന് പുരാമെന്നോട് ഞാൻ വാദം പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര ആളുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ അതിന്റെ പേരിൽ അവകാശവാദമൊന്നും വേണ്ട. കുറച്ചാളുകളുണ്ട്. അപ്പോ അയാളിനെ കാണാൻ ഉസ്താദെ കൊണ്ടുവന്നിട്ട് ഒരു സ്വർണത്തിന്റെ വാള, ഭാര്യയുടെ കൈ കിടന്ന ഒരു സ്വർണത്തിന്റെ വാള എന്റെ കയ്യിൽ തന്നു. ഉസ്താദെ ഇന്നത്തെ സദസ്സിൽ ദുആ ചെയ്യണം, ഇത്രേ ആളുകളുള്ളതല്ലേ. എന്താ? ഇന്ന് രാവിലെ ഭാര്യ പോയി ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് അനുകൂലം. അള്ളാഹുവർക്ക് സാലിഹായ സന്താനത്തെ കൊടുക്കണം. അഹമ്മദ് കബീറിന്റെ അവകാശവാദമൊന്നുമല്ല. ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ. എന്നെ സംബന്ധിച്ചോളം ചിലപ്പോ എന്നെ അകലെന്ന് നോക്കി എനിക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ടെന്ന് തോന്നും. അങ്ങനെ തന്നെ തോന്നട്ടെ, അതങ്ങനെ ഇരിക്കേണ്ടതാണ്. അടുത്ത് വന്നാൽ ഞാൻ ആകെ ഒരു വളരെ പാവപ്പെട്ടതാണ്. ഞാൻ അലിബാക്കലേക്ക് ഒന്നിച്ച് പഠിച്ച ആളാണ്. എന്നെ വെള്ളിയാഴ്ച വിളിക്കാൻ വേണ്ടി എന്റെ റൂമിൽ ഞാൻ അവരെ വാതിൽ നോക്കി ചേലക്കുൾ ഉസ്താദ് നിൽക്കുന്നുണ്ടപ്പോ ഞാൻ അപ്പൊ തന്നെ എന്റെ റൂമിന്റെ അകത്തോട്ട് കയറ്റി. കാരണം അവരങ്ങനെ നിൽക്കേണ്ടവരല്ല.
നമ്മളൊക്കെ ഇവരൊക്കെ എന്നേക്കാൾ വലിയ ആളുകളാണ്. പക്ഷെ അള്ള എന്തുകൊണ്ടോ അവ പരീക്ഷിക്കാനാണോ അതിന്റെ അനുഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല. നാവിനൊരു പച്ച തന്നതുകൊണ്ട് മേപ്പോട്ട് പോയതാണ്. അത് ആളുകൾ കൂടുതലായതുകൊണ്ട് മേപ്പോട്ടായത് ഞാൻ ചിന്തിക്കുന്നുമില്ല. സിദ്ദീഖ് ഞാനൊക്കെ ഒന്നിച്ച് അവരെന്റെ സീനിയറായിട്ട് പഠിച്ച ആളുകൾ. അലിബാക്കവി എന്റെ സീനിയർ, ഞാൻ എപ്പോഴും ജൂനിയറാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പള്ളിക്കര ഉസ്താദൊക്കെ ദർസ് നടത്തുമ്പോൾ ഞാനപ്പോ അവാമിൽ ഓതിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ വലിയ ആളുകളാണ്. പക്ഷെ അള്ള നാക്കിന് ചിലപ്പോ അതൊരു വലിയ മിടുക്കൊന്നുമല്ല, അതൊരു വലിയ മിടുക്കായിട്ട് കിടക്കേണ്ട കാര്യമില്ല. പിന്നെ അള്ള തരുമ്പോ ഞാൻ എവിടെയോ പറഞ്ഞപ്പോ, ഞാൻ മലപ്പുറത്ത് പറഞ്ഞ ഞാൻ ഇതൊരു ട്രെൻഡാ എന്ന് പറഞ്ഞപ്പോ ബഹുമാനായ കോട്ടുമല ബാപ്പു മുസ്ലിം അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ, എന്നോട് പറഞ്ഞു ബാക്കവി ഇനി നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ പറയണം ഇതൊരു കബൂലിൻ ഹസനാണ്, ഇതൊരു കബൂലിനാണ്, ഒരു ട്രെൻഡാന്ന് പറയരുത്. കോട്ടുമല ഉസ്താദ് എന്നെ തിരുത്തി തന്നു. നാളെ എനിക്ക് കോട്ടുമല അക്കാഡമിയിലാവുമല്ലോ. കോട്ടുമല ബാപ്പു ഉസ്താദിന്റെ കോളേജിലായിട്ട് വളർന്നാണ്. മിനിങ്ങാന്ന് ജാമിയാനൂരിയുടെ മുറ്റത്തായിരുന്നു പട്ടിക്കാട്. യത്തീങ്ങാന ജാമിയാനൂരിയുടെ മുറ്റത്ത് ആലിക്കുട്ടി ഉസ്താദിന്റെ യത്തീങ്ങാനയിൽ റാബിത്തയുടെ ഫണ്ട് നിന്നുപോയി. യത്തീങ്ങാന നിന്ന് 600-ലധികം യത്തീം മക്കളുണ്ട്. ആലിക്കുട്ടി ഉസ്താദിനോട് പറഞ്ഞ ബാക്കവി എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ, അവിടെ യത്തീങ്ങാന 600 കുട്ടികൾക്ക് ഭക്ഷണത്തിനില്ല. അൽഹംദുലില്ലാ വാദു പറഞ്ഞു 32 ലക്ഷം രൂപ എടുത്തു. ഒറ്റ ദിവസം 32 ലക്ഷം രൂപ. കോട്ടുമല ഉസ്താദ് എന്നോട് ഇത് കബൂലിൻ ഹസനാണ്, ട്രെൻഡല്ല, ഇത് അള്ളാഹു സ്വീകരിച്ചതാണ്. അങ്ങനെ പറയും, അള്ളാഹു നിലനിർത്തി തരട്ടെ. ആ ഭാര്യ 20 വർഷത്തിന് ശേഷം ഗർഭിണിയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവേ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അല്ലാഹുവേ നീ ഇവർക്കൊരു സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാഹ്, കൊടുക്കണേ അല്ലാഹ്. എന്തുകണ്ട ഈ ഓരോ രാത്രിയിലും സലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ അല്ലാഹു ആമീൻ സ്വീകരിക്കുന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത് എന്ന് കരുതുമ്പോ അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത. ആ സമയത്ത് സഹാബ ഈ ദിക്റും പറഞ്ഞുകൊണ്ട് മലായികത്തുകൾ മഹിസ്രലോകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ ആ സമയത്ത് എന്റെ ബുറാക്കിന്റെ പുറത്ത് കയറിയിട്ട് ഞാൻ മഹിസ്രയിൽ ഉണ്ടാകുമെന്ന്. എന്റെ ബുറാക്കിന്റെ പുറത്ത് 7 ആകാശങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് താണ്ടിക്കടന്ന ഏറ്റവും അതിദ്രുതഗമന വാഹനമായ ബുറാക്കിന്റെ മുകളിൽ ഞാനവിടെ മഹിസ്രയിലുണ്ടാവും. എന്റെ തൊട്ടു മുമ്പിലായി എന്റെ കുതിരപ്പുറത്തുണ്ടാവും എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമേ ഹബീബി ഫാത്തിമത്ത് സഹ്റാ. എന്റെ ബുറാക്കിന്റെ തൊട്ടു മുമ്പിൽ എന്റെ കുതിരപ്പുറത്ത് എന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടാകും. ഈ കണ്ണന്തറയിൽ എന്നെ ശ്രമിക്കാനെത്തിയ പ്രിയപ്പെട്ട പെങ്ങളെ ആ ഫാത്തിമയുടെ മുമ്പിലെത്തണ്ടയോ, അവിടെ പുറകിൽ നിൽക്കണ്ടയോ? ആ സമയത്താണ് റസൂലുള്ള സഹാബത്തിനോട് പറയുന്ന സഹാബ, എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാനിരിക്കുമ്പോ എന്റെ തൊട്ടു മുമ്പിൽ എന്റെ കുതിരപ്പുറത്ത് ഫാത്തിമ നിൽക്കുമ്പോ എന്റെ തൊട്ടു പുറകിൽ വരുന്നുണ്ടാവും ബാങ്കും വിളിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കും വിളിച്ചുകൊണ്ട് എന്റെ തൊട്ടു പുറകിൽ മഹിസ്രയിൽ വരുന്നുണ്ടാകും കറുത്തവനായ ചപ്രച്ച തലമുടിയുള്ള ഹബശിയായ ഉത്തമയുടെ അടിയേറ്റ് താഴെ കിടന്ന അടിമ എന്റെ സയ്യിദുനാ ബിലാൽ കറുത്തവനായ ബിലാൽ ഉമയ്യത്തിന്റെ ചാട്ടവാടടിയേറ്റിട്ട് മരം കടുകനെ പോലെ കൊത്തിക്കൊറിക്കുമ്പോ നിലവിളിച്ച അടിമയില്ലേ ബിലാൽ. ആ ബിലാല് ഭാഗം വിളിച്ചു കൊണ്ടുവരുമ്പോ വിനാഹത്തിന് വാങ്ങി വിളി കേൾക്കുമ്പോ ആരൊക്കെയാണോ മറുപടി കൊടുത്തിട്ട് പള്ളിയിൽ പോയത് അവര് മുഴുവനും ബിലാലിന്റെ പുറകെ ലബ്ബൈക വസഅദൈക യാ ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ബിലാലിന്റെ പുറകെ ഉണ്ടാവും. വാങ്ങി വിളിച്ചപ്പോ പള്ളിയിൽ പോയ ചെറുപ്പക്കാര് മഹ്ശറയിൽ ബിലാലിന്റെ പുറകിലുണ്ടാവും. എന്റെ ഇടത്തുണ്ടാവും, എന്റെ വലത് ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടാവും, എന്റെ ഇടത് ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. എന്റെ തൊട്ടു നടുവിലായി എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ സയ്യിദുനാ ഹസൻ വൽ ഹുസൈൻ. ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർ
കൂട്ടുകാർ മുഴുവനും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാന്റെ പുറകില് നാളെ പരലോകത്തേക്ക് വരുന്ന കാഴ്ച ഒന്ന് കാണണ്ടേ ചെറുപ്പക്കാരാ. പാതിരാ സമയത്ത് ഈ മൈതാനത്ത് ഒരുമിച്ച് കൂടുമ്പോ ഈ വാക്കുകൾ വെറുതെ ആകരുത്, ഈ ദുആ വെറുതെ ആവരുത്, ഈ ഒരുമിച്ച് കൂടൽ വെറുതെ ആവരുത്. നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകത്ത് പതികര പോലെ പാഞ്ഞു നടക്കുമ്പോ, പ്രാണഭയത്തോടെ പാഞ്ഞു നടക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ നിൽക്കാൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാന്റെ പുറകിൽ നിൽക്കാൻ ഈ സംഭവം പറയേണ്ട താമസം അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, നബിയേ നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ. റസൂലുള്ളാഹിയോട് പറയുകയാണ്, നാളെ ആഖിറത്തിൽ വരുമ്പോ ഞങ്ങൾക്ക് ഈ നിങ്ങളുടെ പുറകിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണേ നബിയേ. അത് പറയാതെ നിങ്ങളുടെ വലത് നിർത്തല്ല യാ റസൂലുള്ളാഹ്. നമ്മുടെ മനോഭാവമല്ല, നമ്മളെ പോലെയല്ല. നിങ്ങളുടെയൊക്കെ ചിന്ത ചിലരുടെയെങ്കിലും ചിന്ത എങ്ങനെയാ? അല്ലാഹുവേ ഇയാളൊന്ന് നിർത്തിയാളൊന്ന് എഴുന്നേറ്റ് പോകാമായിരുന്നു, വന്ന് നിർത്തിയാൽ എഴുന്നേറ്റ് പോകാമായിരുന്നു. പൊന്നുമോനെ കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വന്നിട്ട് ഈ എഴുന്നേറ്റ് പോകുമ്പോ ആഖിറത്തിലേക്ക് കൈവെള്ളയിലൊന്നുമില്ലാതെ എഴുന്നേറ്റ് പോയിട്ട് കാര്യമെന്താ? റസൂലുള്ള പരലോകത്തിന്റെ പാരവശ്യത പറയുമ്പോ നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ, നിർത്തല്ല തിരുദൂതരേ, നാളെ നിങ്ങളുടെ പുറകിൽ നിൽക്കാൻ ഞങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബ, എന്നാൽ നിങ്ങൾ ദിവസം പറഞ്ഞുകൊള്ളുക, യാദൽ ജലാലി വൽഇക്റാം അമിത്നാലാ ദീനുൽ ഇസ്ലാം, യാദൽ ജലാലി വൽഇക്റാം അമിത്നാലാ ദീനുൽ ഇസ്ലാം എന്ന ദിക്ർ നിങ്ങൾ പതിവായിട്ട് പറഞ്ഞു. സഹോദരങ്ങളെ, അഹമ്മദ് കബീറും നമ്മളും തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ട് നാളെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താണ് കാണുന്നതെങ്കിൽ ഈ കൂടിക്കാഴ്ച വിപരമാവണ്ട. ഇന്നു മുതൽ ജീവിതത്തിന് ധാരാളമായിട്ട് പറയണം, യാദൽ ജലാലി വൽഇക്റാം അമിത്നാലാ ദീനുൽ ഇസ്ലാം, യാദൽ ജലാലി വൽഇക്റാം അമിത്നാലാ 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 ദീനുൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം. അമിത്നാലാ ദീനുൽ ഇസ്ലാം. പഠിച്ചോളി സഹോദരങ്ങളെ, ഇത് വെറുതെ പറയണതല്ല, ഇത് വെറുതെ പറയണല്ല. നബിയെ വാഴ നിർത്തല്ലേ നബിയെ, എന്തെങ്കിലും ഈ ഭയാനതൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ. ആ സമയത്ത് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ട് അതായിരുന്നു ജീവിതത്തിന്റെ ലക്ഷ്യം. വാതിന് വന്നിട്ട് കുറ്റവും കുറവും കണ്ടുപിടിക്കാനല്ല, അതല്ലെങ്കിൽ വേറൊന്നിനെ കൽപ്പിക്കാനല്ല. മനസ്സിൽ ഇഖ്ലാസ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വലുതാവാനുമല്ല, എന്റെ മുമ്പിൽ നിങ്ങൾക്ക് ചെറുതാവാനുമല്ല, പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഇരുകൂട്ടർക്കും വലുതാവാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ പറഞ്ഞ മനസ്സ് നബിയെ നിർത്തല്ല നബിയെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ നബിയെ. അല്ലാഹു റസൂൽ അപ്പ തന്നെ വൈദ്യം മറുപടി പറഞ്ഞു, ഫൽസഫിയോ മെഹല്ല സക്ക വമുൻതസിറൂ മെഹല്ല ഹുവ. ആ സമയത്ത് ഒരു ഫിലോസഫിയെ പോലെ, ഒരു ലോജിക്ക് പോലെ, ഒരു തത്വശാസ്ത്രജ്ഞനെ പോലെ എന്നാ പറഞ്ഞു, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാലാ ദീനുൽ ഇസ്ലാം, അമിത്നാലാ ദീനുൽ ഇസ്ലാം. നാളെ കയ്യിലെന്തെങ്കിലും ഇല്ലാതെ ആ പ്രിയപ്പെട്ട സഹാബത്തിന്റെ കൂടെ എല്ലാവരും അബൂബക്കറിന്റെ പുറകിൽ എന്റെ തൊട്ടടുവയിലെത്തണ്ട്, എന്റെ ഇടത് ഭാഗത്ത് ഉമറുണ്ട്, എന്റെ പുറകിൽ ബിലാലുണ്ട്, എന്റെ തൊട്ടു മുമ്പിൽ ഫാത്തിമയുണ്ട്. ഞാൻ എവിടെയാണ് റസൂലുള്ളാഹ്? ഉടനെ സദസ്സിൽ നിന്നൊരു ചോദ്യം വന്ന്, നബിയേ നബിയേ നബിയേ, അങ്ങയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച ഞാൻ എവിടെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാനേ ലികുല്ലി നബിയിൻ റഫീഖും ഫിൽ ജന്ന വറഫീഖി ഫീഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്, സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരൻ ഉസ്മാനേ നീയാണെന്ന്. സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ, സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാനേ നീയാണെന്ന് പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹ്. ഇതിനേക്കാൾ വലിയൊരു പദവിയുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു പദവിയുണ്ടോ? എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലിരിക്കുമ്പോ ഒരു കൂട്ടുകാരനുണ്ട്,
സ്വർഗത്തിലിരുന്ന് സൊറ പറയാൻ, സ്വർഗത്തിലിരുന്ന് തമാശ പറയാന്, സ്വർഗത്തിന്റെ ഭക്ഷണം ഇരുന്ന് ഒരുമിച്ച് കഴിക്കാന് ഉസ്മാനെ 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 റളിയല്ലാഹു അൻഹു നീയാണ് സ്വർഗത്തിലെ എന്റെ കൂട്ടുകാരനെന്ന് നബിയുനാ റസൂലുള്ളാഹ്. തോന്നുന്നില്ല ഉസ്മാൻ റളിയല്ലാഹു ജീവിച്ചതും കഷ്ടമായിരുന്നു. ആ വന്ധ്യവയോധികന്റെ വഫാത്ത്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് ഇൻഷാ അല്ലാഹ് പറയും. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്തായി. ഖുർആൻ സ്തുതിച്ച അടിമ, ഖുർആൻ സ്തുതിച്ച അടിമ, അള്ളാഹു സ്തുതിച്ച അടിമ. ആ അടിമയുടെ മരണം ഏറ്റവും വലിയ മരണമായിരുന്നു. ഏറ്റവും വലിയ മരണമായിരുന്നു. ഖുർആൻ സ്തുതിച്ച അടിമയുടെ 3 സ്വഭാവങ്ങളുണ്ട്. ആ 3 സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് വേണം പിരിയാൻ. ചില ചെയ്യൂലേ? തീരണവരെല്ലാരും ഇരിക്കൂലോ? 10:30 ഖുർആൻ സ്തുതിച്ച അടിമയ്ക്ക് 3 ഗുണമുണ്ട്. ഈ 3 ഗുണവും ഇവിടെ നിറങ്ങുമ്പോ നമുക്ക് എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവണം. അള്ളാഹുനാക്കി തരട്ടെ. അള്ളാഹു ഈ സദസ്സിൽ വന്നത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് അള്ളാഹു കാരണമാക്കി തരട്ടെ. ഞാൻ ഇത്രയും സ്ലൈഡ് എടുത്തിട്ട് ഇപ്പോഴൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷെ ഇതെന്റെ ഇഖ്ലാസാണ്, ഇതെന്റെ ആത്മാർത്ഥതയാണ്, ഇവർ ചെയ്യുന്ന സേവനത്തോടുള്ള എന്റെ കടപ്പാട്. ലോകത്ത് ആര് തിരിഞ്ഞു നോക്കാത്തവരെ തിരിഞ്ഞു നോക്കാൻ കണ്ണുണ്ടായവരാണ് ഇവർ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇങ്ങനെ ഒരു സദസ്സിൽ എനിക്ക് നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ആളുണ്ടാവും അല്ലെ? സാധു സംരക്ഷണ സമിതി എല്ലായിടത്തും ഇല്ലേ? ഇല്ല മനുഷ്യന്മാരെ, സാധു സംരക്ഷണ സമിതി എല്ലായിടത്തും ഇല്ലേ? ആ നാട്ടിലെ ഏറ്റവും വലിയ സാധുവാരാ? ആ പള്ളിയിലെ മോദി. സാധു സംരക്ഷണ സമിതി മഹല്ലടിസ്ഥാനത്തിലുണ്ട്, ജമാഅത്ത് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ മഹല്ലിലെ ഏറ്റവും വലിയ സാധുവാരാ? എന്താ മടിയെന്താ? ആ മഹല്ലിലെ ഏറ്റവും വലിയ സാധുവാരാ? പള്ളിയിലെ മുഖ്യ ശമ്പളം പറയും. വീട്ടിൽ മുഹീദ്ദീൻ, ഞങ്ങൾ എന്നോട് പിണങ്ങല്ലേ, റാത്തീബ് നടന്നിട്ട് നമ്മൾ കൈമടക്ക് കൊടുക്കുമ്പോ പോലും ഖത്തീബിന് 300, അസിസ്റ്റന്റിന് 200, മുക്രിക്ക് അപ്പോഴും അയാള് സാധു, അപ്പോഴും അയാള് സാധു. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജോലി ചെയ്യുന്നത് വരാ അയാൾ. ലോകത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും വലിയ ജോലി ചെയ്യുന്ന ആളാരാ? പള്ളിയിലെ മുക്രിയ. പക്ഷേ ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങിക്കുന്ന സാധുവും അയാളാണ്. മഹല്ലിന്റെ സാധു സംരക്ഷണ സമിതിയിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ കൊടുക്കും. ആ സമയത്ത് പള്ളിയിലെ മുഅദ്ദിന് ഒരു വിഹിതം, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, അരവും കുടുംബത്തിൽപ്പെട്ട സാധുക്കളെ നമ്മൾ സഹായിക്കുന്നുണ്ടാവും. പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന മുഅദ്ദിന്റെ മക്കൾ എത്ര പേര് കെട്ടിക്കാൻ പ്രായമായി നിൽക്കുന്നുണ്ടെന്ന്. ഞാൻ ഈ അടുത്തടുത്തവിടെ പള്ളിക്കരടുത്തവിടെ വാതിൽ വന്നപ്പോ അവിടുത്തെ ഒരു പാവപ്പെട്ട മൗലവിന്റെ 4 സഹോദരിമാരാണ് ഒരേപോലെ കെട്ടിക്കാൻ പ്രായമായിരുന്നു. ഞാനന്നവിടെ പൈസ പിരിച്ചു അതിനു വേണ്ടി. ഒരു പെൺകുട്ടിയുടെ ജീവിതം അള്ളാഹു ഖൈറിലാക്കി കൊടുത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. അന്ന് അതിനുവേണ്ടി സ്വർണത്തിന്റെ വള ഉരുത്തുന്ന സഹോദരിമാരുടെ ആ സദസ്സിൽ പള്ളിക്കരയിൽ നമുക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ അള്ളാഹു ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സഹാബിയാ, ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സഹാബിയാ, ധാരാളം സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച സഹാബിയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് പറയാറ് ഈ സദസ്സ് എത്ര കായാലും പിരിയുകയില്ല, കണ്ണീരോടെ എല്ലാവരും കേൾക്കാൻ കഴിയില്ല. പക്ഷേ ചെറുപ്പക്കാരാ, അള്ളാന്റെ റസൂലും സഹാബത്തും മരുഭൂമിയിലൂടെ യുദ്ധത്തിന് വേണ്ടി പോവുകയാ. യുദ്ധത്തിന് വേണ്ടിയുള്ള സമ്പത്താർജിക്കുകയാണ്. അവിടെ മുഴുവനും ക്ഷാമകാലഘട്ടമാ. സഹാബത്തിന്റെ കയ്യിൽ പൈസയില്ല, കച്ചവടമില്ല. അള്ളാന്റെ റസൂൽ ഇതേപോലെ തടിച്ചുകൂടിയ സഹാബത്തിനോട് ചോദിച്ചു, സഹാബോ, അള്ളാന്റെ ദീനിന് വേണ്ടി യുദ്ധം അനിവാര്യമാണ്. ആരാണ് അള്ളാന്റെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ ആരാ ആദ്യം ഒന്ന് സദഖ ചെയ്യുക? സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നബിയേ, അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. അലയ്യ മിഅത്തു ബഈരിൻ വഹവാ ബിരിഹാ,
നബിയെ 100 ഒട്ടകത്തിന്റെ സർവ്വധനവും അതിന്റെ കടിഞ്ഞാനടക്കം അതിന്റെ പട്ടാളക്കാരനടക്കം 100 ഒട്ടകത്തിന്റെ സർവ്വധനവും ഞാനേറ്റു നബിയെ, ഞാനേറ്റു നബിയെ. അള്ളാന്റെ റസൂൽ വീണ്ടും ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? രണ്ടാമതും ചാടി എഴുന്നേറ്റ്, നബിയെ ഞാനുണ്ട് നബിയെ, 100 ഒട്ടകത്തിന്റെ ചെലവ് കൂടി ഞാൻ തരാ നബിയെ. 200 ഒട്ടകത്തിന്റെ ചെലവേറ്റെടുത്തു. മൂന്നാമതും ചോദിച്ചു, ഇനി ആരാ ഉള്ളത്? മാറി നിന്നില്ല, സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട്, യാ റസൂലല്ലാഹ് ഞാൻ തരാ നബിയെ. ഇനി 100 ഒട്ടകത്തിന്റെയും അതിന്റെ ചെലവും 3 പ്രാവശ്യമായി 300 ഒട്ടകത്തിന്റെ ചെലവേറ്റെടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാനെ ഇവിടേക്ക് വാ, ഇവിടേക്ക് വാ. പണത്തിന് വേണ്ടി ജീവിച്ചതല്ല, സമ്പത്തിന് വേണ്ടി ജീവിച്ചതല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തന്റെ തൊട്ടടുക്കലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിലേക്ക് തന്റെ നിസാരത്തിന്റെ കരങ്ങൾ എടുത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാൻ ഉസ്മാൻ ഉസ്മാൻ, നീ ഇന്ന് ചെയ്ത ഈ അമലുകൾ ചെയ്തിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോഴും 3 പ്രാവശ്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞടി, ഇനി നീ മരിക്കുന്നത് വരെ ഒരമലും ചെയ്തില്ലെങ്കിലും അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ഉറപ്പാണ് ഉസ്മാനെ, ഉറപ്പാണ് ഉസ്മാനെ. ഇനി നീ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരൊറ്റ അമല് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നീ ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഈ സഹാബി മരിച്ച കഥ നിങ്ങൾക്ക് കേൾക്കണോ? വഫാത്തിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ ഇത്രയേറെ കഥയിൽ ഒരു സഹാബിയുടെ മയ്യത്തടക്കം നടന്നിട്ടില്ല. ഖുർആൻ സ്തുതിച്ച അടിമയുടെ കഥയായി ഇത് പറയുക. അല്ലാഹു പറയുന്നു, ഉസ്മാനാണെന്നറിയോ? രഹസ്യമായും പരസ്യമായും രഹസ്യമായും പരസ്യമായും രഹസ്യമായും പരസ്യമായും എന്റെ ദീനിന് വേണ്ടി സദഖ ചെയ്തതാണ് എന്റെ അടിമ. ഖുർആൻ സ്തുതിച്ച അടിമ എന്ന് പറയുമ്പോ ഇൻഷാ അല്ലാഹ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്ത് പറയുന്നതിന് മുമ്പ്, ഒരു വലിയ കാര്യം പറയുന്നതിന് മുമ്പ് 20-21 തീയതികളിൽ ഈ വരുന്ന ശനി ഞായറും അത് നടക്കുകയല്ലേ? ഈ ആലുവ SP ഓഫീസിന്റെ പുറകിൽ എടയപ്പുറം മൈതാനിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും ഒഴുകിയെത്തുകയല്ലേ? ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് അവസാനം 1 ലക്ഷം യാസീനോട് നമ്മൾ ദുആ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. 1 ലക്ഷം യാസീൻ സയ്യിദന്മാരും ഈ പറയപ്പെട്ട മുഴുവൻ ഇമാമിങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ ഞാൻ ചെയ്യുന്ന സദഖയിൽ ഏറ്റവും നല്ല സദഖ ഏതാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ നടക്കുന്ന എന്നാലും പട്ടിണി പാവങ്ങളായ ആലിമീങ്ങൾക്ക് ചെയ്യുന്ന സദഖയാണ് ഏറ്റവും പ്രതിഫലമുള്ള സദഖയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവേ കണ്ടെന്നതിൽ താവൽ ഖദമിന്റെ പരിപാടി നടക്കുമ്പോ, വിളിപ്പാടകര നടക്കുമ്പോ ഈ പാവപ്പെട്ട ആലിമീങ്ങളുണ്ട്. ഇന്നലെ ഒരു മരിച്ചുപോയ ഉസ്താദിന്റെ മകനല്ലേ 50,000 രൂപ കൈ കൊണ്ട് വാങ്ങിച്ചിട്ട് പോയടേ. ഒരൊറ്റ സംഘടനകളെ പോലെയല്ല, ആര് തെറ്റിദ്ധരിപ്പിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാനിവരുടെ പരിപാടിക്ക് 3ാമത്തെ പ്രാവശ്യം വരുന്നതെന്താ? വല്ലാഹി ഞാനൊരു അവസാന സമയത്തും ഇവരുടെ കൂടെ നിൽക്കുന്നതെന്താ? എല്ലാ റമദാൻ 29-ാം രാവിലും കേരളത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളും ഖുർആൻ ഓതിയിട്ട് ഒരുമിച്ചിരുന്ന് ഖത്തമോദി ദുആ ചെയ്യുന്ന, തങ്ങളെ സഹായിച്ചവർക്ക് വേണ്ടി സഹകരിച്ചവർക്ക് വേണ്ടി റമദാൻ 29-ാം രാവിലെ ഈ മുഴുവൻ ഇമാമിങ്ങളും ഹാഫിദീങ്ങളും ഒരുമിച്ചിരുന്ന് ഖത്തമോദിയിട്ട് ദുആ ചെയ്യുന്ന ഒരു ഏക സംഘടന കേരളത്തിലുണ്ടെങ്കിൽ അത് സഹോദരങ്ങളെ ഈ പാവങ്ങൾ നടത്തുന്ന ദഅവത്തുൽ ഖദമ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു റിവായത്ത് ശരിയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ഞാനും കൂടി മദീനത്ത് ഒരു ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉള്ളിലിരിക്കുമ്പോ അള്ളാന്റെ റസൂൽ ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉള്ളിലിരിക്കുകയാണ്. ഞാൻ ആ വാതിൽ ഇങ്ങനെ കാവൽ നിൽക്കുകയാ. ആ സമയത്ത് അള്ളാന്റെ റസൂൽ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ആകാശത്ത് നിന്ന് വഹി വന്നതുപോലെ, മണിനാദം വന്നതുപോലെ, ജിബ്രീലിന്റെ വഹി വന്നതുപോലെ അള്ളാന്റെ റസൂൽ വന്നിട്ട് പറയുകയാണ്, ഏ ബിലാലേ, ഏ ബിലാലേ, ഏ ബിലാലേ, ഇപ്പോൾ
ഒരാൾ നിന്റെ വാതിലിന്റെ തൊട്ടടുക്കൽ വരും. അയാൾക്ക് വേണ്ടി ഇഫ്തഹുലഹു ബാബാ, അയാൾക്ക് വേണ്ടി നീ വാതിൽ തുറന്നു കൊടുക്കുക. വബശ്ശിറുഹു ബിൽ ജന്ന, എന്നിട്ട് സ്വർഗത്തെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക. ഞാൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാ, ഈ സമയത്താരാ വാതിൽ വരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാരാ എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു വാതിൽ മുട്ടി, വാതിൽ തുറന്നു കൊടുത്തു. ഞാൻ പറഞ്ഞു, അബൂബക്കറെ, അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് സ്വർഗത്തിന്റെ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ശ്രദ്ധിച്ച് കേൾക്കണേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ചാരത്തിലുണ്ട്. കുറെ കഴിയുമ്പോൾ വീണ്ടും നബിതങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, ഇനിയും ഒരാൾ വാതിൽക്കൽ വരും, അയാൾ വാതിൽ മുട്ടുമ്പോ തുറന്നു കൊടുക്കുക. വബശ്ശിറുഹു ബിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗം അയാൾക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. എവിടെ നിന്നോ ശരീരം വന്നതുപോലെ, അതിന്ദ്രിയത്തിന്റെ ജ്ഞാനം വന്നതുപോലെ, ഏതോ ആത്മാവിന്റെ കവാടം തുറന്നതുപോലെ റസൂലുള്ള ശൂന്യതയിലേക്ക് നോക്കിയിട്ട് പ്രവചിക്കുകയാണ്. ലോകത്തിന്റെ രാജകുമാരനെ, ലോകത്തിന്റെ രാജകുമാരനെ, ലോകത്തിന്റെ രാജകുമാരനെ, പ്രവചനങ്ങളുടെ സുൽത്താനെ, കിടക്കാത്ത വചനമേ, നബി മുഹമ്മദ് മുസ്തഫ, हमने हो गई पुष्टि फल के जमीन से. ഈ ഭൂമിയുടെ തന്നെ അനുഗ്രഹത്തിന്റെ കവാടം തുറന്ന പ്രവാചകരെ, ആ സമയത്ത് വാതിലൊരു മുട്ടുകേട്ടു. ഞാൻ പോയി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മനുഷ്യനാണെന്നറിയാൻ വാതിൽ തുറക്കുമ്പോ പൈതാകിയ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാ. ഉമറേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്നിട്ട് നേരെ വന്ന റസൂലുള്ളാഹിയുടെ ഇടത് ഭാഗത്തിരുന്നു. മൂന്നാമത് നബിതങ്ങൾ ഒരു വാക്ക് പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞു. അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, ഈ മദീനത്തെ ഈത്തപ്പഴ തോട്ടത്തിന്റെ വാതിൽ ഇനി ഒരാൾ വന്ന് മുട്ടും, അയാൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണം. മൂന്നാമന് വേണ്ടി വബശ്ശിറുഹു ബിൽ ജന്ന, അയാൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഒരു വാക്ക് കൂടി കൂടുതൽ പറഞ്ഞു, അലാ ബൽവാ തുസീബു, അലാ ബൽവാ തുസീബു, അലാ ബൽവാ തുസീബു. ഇനി ആ മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന ഒരു മഹാപരീക്ഷണത്തിന്റെ പേര് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ വാക്ക് പറഞ്ഞില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല. ഇനി മൂന്നാമത് വരുന്നാൾ അയാൾക്ക് സ്വർഗമുണ്ട്, പക്ഷേ അയാൾ ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം അനുഭവിക്കേണ്ടി വരും. ഇതാരെന്നറിയാൻ ഞങ്ങൾ കാത്തിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ പരീക്ഷണം കിട്ടുന്നതാർക്കാ? പൊന്നു ചെറുപ്പക്കാരെ, പരീക്ഷണത്തിന് തളരരുത്. ജീവിതം പരീക്ഷണമാണ്, ജീവിതം പരീക്ഷണമാണ്. ഏത് പരീക്ഷണം വന്നാലും തിരമാലകളുടെ മുകളിലൂടെ നടക്കുന്ന മുക്കുവനെ പോലെ പ്രതിബന്ധമെന്നുവന് ആത്മശക്തി തുഴയുന്നു ഞാൻ എന്റെ ജീവിത വഞ്ചി എന്ന പാടി തിരമാല തുഴയുന്ന മുക്കുവനെ പോലെ. ഏത് പ്രതിസന്ധി വന്നാലും, കടബാധ്യത വന്നാലും, രോഗം വന്നാലും അല്ലാഹുവോട് പറയണ സ്വർഗം തരണേ അല്ലാ. ആരെന്നറിയാൻ കാത്തുനിന്നു. സന്ദർഭോചിതമായിട്ട് പറയുകയാണ്, പരീക്ഷണത്തിന് പതറരുത്, പ്രയാസത്തിന് ദുഃഖിക്കരുത്, കണ്ണുനീരൊഴുകരുത്, കഥനം പറയരുത്, കഥനങ്ങളിൽ മുടുകരുത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്ന പാഠമാണ്. ആ സമയത്ത് വാതിൽ മുട്ടിട്ട് ഞാൻ പോയി വാതിൽ തുറക്കുമ്പോ ആ സമയത്തതാ സൈദാഹിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സൈദാഹിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അലാവാദലത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിൽക്കുകയാ. ഖുർആൻ സ്തുതിച്ചാട്ടി നിൽക്കുകയാ. ഫമർ റസഖനാഹു മിന്നാ റിസ്ഖൻ ഹസനാ ويسلك منه سرا وجهرا. ചാടിമ വന്നു.
ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടേക്ക് അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാനെ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, പക്ഷേ 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 നാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ പരീക്ഷണം വരാനുണ്ട്. അത് കേട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് നിന്നിട്ട് പറഞ്ഞു, നബിയേ ഏത് പരീക്ഷണം വന്നാലും കുഴപ്പമില്ല, തവക്കൽതു അലല്ലാഹ്. എന്തേ മക്കളെ പറയാൻ കഴിയുന്നില്ല? ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും പെങ്ങളെ തവക്കൽതു അലല്ലാഹ്. കടൽ മാലകൾ വീറിയിട്ട് നടന്നു പോയാലും തിരക്കടയിലുണ്ട്. ഏറ്റവും വലിയ ആടിക്കടലിന്റെ മധ്യത്ത് പോയപ്പോ കൊതുമ്പ് വെള്ളം തകർന്നു പോയിട്ട് ഈ തിരമാലകളുടെ ഇടയിൽപ്പെട്ട് ചാടിയാലും പറയണം തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. ആ പ്രയാസത്തിന്റെ സമയത്ത് നബിയേ എനിക്ക് അല്ലാഹു തവക്കുലുണ്ട് നബിയേ, അല്ലാഹ് തവക്കുലുണ്ട് നബിയേ, അല്ലാഹ് തവക്കുലുണ്ട് നബിയേ. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ ആ പ്രയാസം വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ രക്തത്തുള്ളി തെളിച്ച ആയത്തേടാ ആ മുസീബത്ത് വരുമ്പം അള്ളാഹ് എനിക്ക് കൂട്ടുണ്ട്. അതുകൊണ്ടാണ് വഫാത്തായപ്പോ രക്തത്തുള്ളി തെറിച്ച ആയത്തേടാ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വന്ന ഏറ്റവും വലിയ മുസീബത്തേടാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക സമൂഹത്തിൽ ആഭ്യന്തര കലാപമുണ്ടാവുക. ഇസ്ലാമിക സമൂഹം രണ്ട് ചേരിയായി, പരസ്പരം വാളും വെട്ടലുമായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശഹീദായില്ലേ? എന്റെ സമുദായത്തോട് കൽബിൽ തൊട്ടിട്ട് ഞാൻ പറയുകയാണ്, പൊന്ന് സമുദായമേ, ഈ ചേരിപ്പോര് നല്ലതല്ല, ഈ ചേരിക്കുത്ത് നല്ലതല്ല, ഈ ഫ്ലെക്സികീരല് നല്ലതല്ല, ഈ പള്ളി നശിപ്പിക്കല് നല്ലതല്ല, ഈ ഹൗലിന് മരം കിടക്കല് നല്ലതല്ല. ഈ സമൂഹത്തിന്റെ ആഭ്യന്തര കുഴപ്പമാണ്. ഈ സമുദായത്തെ നശിപ്പിച്ചെങ്കിൽ അറിവുള്ളവരോടും ഇല്ലാത്തവരോട് ഞാൻ പറയുകയാണ്, ഈ തൊഴിൽ കുത്ത് അവസാനിപ്പിക്കണം, ഈ മത്സരം അവസാനിപ്പിക്കണം എന്ന് പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി ഈ ഉമ്മത്ത് നിങ്ങളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തആവുൽ ഖദമിന്റെ ബസീറത്തുള്ള പണ്ഡിതന്മാർ പലരും കുത്തിയപ്പോഴും തവക്കൽതു അലല്ലാഹ്. ഈ സമുദായം മറുപടി കേൾക്കാമെന്നതല്ല, പരിഹസിക്കാമെന്നതല്ല, പടച്ചറപ്പല്ലേ കൽവറിയുന്നവന്, പടച്ചറപ്പല്ലേ നമ്മളറിയുന്നവന്. അതുകൊണ്ടാണ് ഇവര് ക്ഷമയുടെ പാതയിലേക്ക് പോയത്. പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ, പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ, പടച്ചറപ്പ് വിജയിപ്പിച്ചില്ലേ? ഈ വരുന്ന സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ഈ പ്രസ്ഥാനത്തോട് അലിവ് തോന്നിയില്ലേ? അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. ചുരുക്കി ഞാൻ പറയുകയാണ്, ആഭ്യന്തര കുഴപ്പമുണ്ടായി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. വീട്ടു തടങ്കലിലാക്കി ഊരിപ്പിടിച്ച വാളുമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിന് കാവൽ നിന്ന എതിരാളികൾ ഒരു തുള്ളി വെള്ളം അകത്തേക്ക് പോകുന്നില്ല, ഒരു തുള്ളി വെള്ളം അകത്തേക്കില്ല, ഒരൽപ്പം ഭക്ഷണം പോലും അകത്ത് കിടക്കാൻ കഴിയില്ല. ഭാര്യ മക്കള് മുഴുവനും പട്ടിണിയിലാണ്. ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാ. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് ഖുർആൻ ഓതുകയാ. വെള്ളിയാഴ്ച ഖത്തീബ് ഓതാറില്ലേ? ജാമിഉൽ ഖുർആൻ കാമിലുൽ ഹയാ والإيمان أمير المؤمنين سيدنا عثمان بن عفان جميع القرآن عوفكم على كثرا كثرا عثمان ذو النورين عنه رضي الله. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പാണ്. അസറിന്റെ സമയമായി. സഹോദരങ്ങളെ, നോമ്പ് തുറക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല. അസർ നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അറിയാതെ കിടന്നങ്ങട് മയങ്ങിപ്പോയി. നോമ്പ് തുറക്കാൻ സമയമായി. മയക്കത്തിലാണ്. ഒരു തുള്ളി വെള്ളം വീട്ടിലില്ല. ശത്രുക്കളെ കാത്തു നിൽക്കുകയാണ്. ആ മുസല്ലയിൽ കിടന്ന് മയങ്ങുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. ആരെയെന്നറിയോ? ആരെയാ സ്വപ്നം കാണേണ്ടത്? ആരെയാ
സൽമാൻ ഖാനെയാണോ ലോകത്തിലെ 4ാമത്തെ ഹാൻസം? ആമിർ ഖാനെയാണോ? സുറുമയിട്ടില്ലെങ്കിൽ പോലും വിട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ മാടപ്രാവിന്റെ മുട്ടയുടെ വലിപ്പം പോലെ ഈ തോളത്തൊരു ഖാതമുൻ നുബുവത്തിന്റെ അടയാളമായി, മദീനയുടെ പച്ചക്കുപ്പയുടെ ആശ്ലേഷണമായി, അതാ ഫാത്തിമ കെട്ടിപ്പിടിച്ച ശരീരത്തിന്റെ പരിരംഭണമായി റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. ഈ സംഘാടകരുടെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ആ ആഗ്രഹത്തോടെ ഈ ദുആയ്ക്ക് വേണ്ടി ഓരോരുത്തരും സദഖയിടുക. ഒരാളും ഒടിവാകരുത്. അല്ലാഹുവേ, ഈ സദസ്സിന് പങ്കാളികളാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട് ഇവിടെ ശ്രദ്ധിച്ചു കേക്ക്. നല്ല ഒരു സദഖയും അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. റസൂലുള്ള സ്വപ്നത്തിൽ കാണുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവര് 3 പേര് സ്വർഗത്തിലെ ഭക്ഷണം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാൻ പട്ടിണിയാണ് ഉസ്മാൻ? അത് നബിയെ, നോമ്പ് തുറക്കാൻ പച്ചവെള്ളമില്ല ഉസ്മാൻ. ഇല്ല യാ റസൂലല്ലാഹ്. എന്നാൽ ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലിരുന്ന് നോമ്പ് തുറക്കാൻ വരുന്ന ഉസ്മാൻ വരുന്ന നബിയെ. എന്നാ നാക്ക് തുറന്ന ഉസ്മാൻ സ്വപ്നത്തിന് കണ്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ കിടന്ന് വാ തുറന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് സ്വർഗത്തിന്റെ ജലത്തുള്ളി താഴോട്ടൊഴിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചുണ്ട് നനച്ചു. മസ്ജിദ് നബവിയിൽ മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖ ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു, വാരി കോരിക്കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സഹാബത്ത് മണലാരണ്യത്തിലൂടെ പോകുമ്പോ കുടിക്കാൻ വെള്ളമില്ലാതെ വിശക്കുമ്പോ ആ സമയത്ത് ചൂതം വെള്ളം കൊടുക്കാതിരിക്കുമ്പോ ആരായി കിണർ വാങ്ങിച്ചു തരിക? ഞാൻ തരാം നബിയെ. ഇന്നും ആ കിണർ മദീനത്തിന്റെ ബിർ റൂമാ. ഇന്നും ആ കിണർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു കൊടുത്ത കിണർ ഇന്നും ഈ സദഖയുടെ പര്യായം പോലെ ഭൂമിയിൽ കിടന്നിട്ട് സ്വർഗത്തിന്റെ വെള്ളം കുടിച്ച് നോമ്പ് തുറന്ന ഒരേ ഒരു മഹാനാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഖുർആൻ സ്തുതിച്ച അടിമ. 7ാമതൊരു സഹോദരൻ ഇവിടെ 66,666 സദഖ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഗൾഫിൽ പഠിക്കുകയാണ്. അല്ലാഹുവേ, ഉന്നത വിജയം നൽകണേ അല്ലാഹ്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്. അവരെ സമ്പത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ എല്ലാവിധ ഖൈറാത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, അവസാന ദുആ ചെയ്യണം. മഗ്രിബിന്റെ സമയമായി. ഉസ്മാൻ റളിയല്ലാഹു തആല ബാങ്ക് വിളിച്ചു. ആ സമയത്താണ് എതിരാളികൾ വാതിൽ തുറന്നിട്ട് അകത്തോട്ട് വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയാണ്. പുറകീന്ന് മൂർച്ചയുള്ള കുന്തം കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മുതുകത്തോട്ട് കുത്തിയിറക്കി. വാളിന്റെ അഗ്രഭാഗം വയറ് തുളച്ചു കീറിയിട്ട് കുട്ടൽമാരെ മുഴുവനും വെളിയിലോട്ട് ചാടി. രക്തമിങ്ങനെ തരിച്ചൊടുകുമ്പോ കയ്യിലിരിക്കുന്ന ഖുർആനിലേക്ക് രക്തത്തുള്ളികൾ തെറിച്ചു വീഴുകയാ. സൂറത്തുൽ ബഖറയിലെ ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവ സമീഉൽ അലീം. എനിക്കെന്റെ അല്ലാഹു മതി എന്ന ആയത്തിലേക്ക് നാളെ ഉസ്മാനെ നിനക്ക് സ്വർഗമുണ്ട്. അന്ന് നിനക്കൊരു മുസീബത്ത് വന്നാൽ നീ സഹിക്കണമെന്ന് പറഞ്ഞപ്പോ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അതേ അർത്ഥമുള്ള ആയത്തിൽ രക്തത്തുള്ളി വീണു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഭാര്യ ഓടി വന്നു. വാൾ തലപ്പിലിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ദുന്നൂറൈനി ഇരട്ട പ്രകാശത്തിന്റെ ഉടമയെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ കൊട്ടൽമാല പിച്ച് ചീന്തിയപ്പോ ഭാര്യ ഓടി വന്ന് അരുതേ എന്ന് വിളിക്കുമ്പോ എതിരാളിയുടെ വാളാഞ്ഞ് ചവിട്ടി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ 2 കൈകൾ വെട്ടിമുറിക്കപ്പെട്ടു. 2 കൈകൾ മുറിക്കപ്പെട്ട് താഴെ വീണ ഭാര്യയെ കാലിന് പിടിച്ചു വലിച്ചു വെളിയിലോട്ടെറിഞ്ഞ് ശത്രുക്കൾ. ഉസ്മാൻ റളിയല്ലാഹു തആല കുട്ടൽമാല വെളിയിലോട്ട് ചാടുമ്പോ ഖുർആനിലേക്ക് രക്തത്തുള്ളികൾ തെറിച്ചു വീടുമ്പോ ആ രക്തത്തുള്ളികൾ ഖുർആൻ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആദ്യമായി ഇന്ന് കാണുന്ന രീതിയിൽ ഖുർആൻ ലിപി ഉണ്ടാക്കിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ പ്രിയപ്പെട്ട സഹാബി വഫാത്തായി. അടിയും പിടിയുമായി.
അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി വഫാത്തായി. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് പറയാറുണ്ട്, ലിന്നാസി ഹമ്മുൻ വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ഖറാബി വഹമ്മു ശൈഖി ഉസ്മാനി. ലിന്നാസി ഹമ്മുൻ വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ഖറാബി വഹമ്മു ശൈഖി ഉസ്മാനി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ എല്ലാവർക്കും ഒരു ദുഃഖമേ ഉള്ളൂ, എനിക്ക് രണ്ട് ദുഃഖമാണ്. ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ദുഃഖം, പിന്നെ ആ തിരക്കിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ എനിക്കൊരു സഞ്ചി തന്നിരുന്ന ആ സഞ്ചി നഷ്ടപ്പെട്ടു പോയ ദുഃഖം. ഒരു ദിവസം വിശന്നപ്പോ നബി തങ്ങളുടെ അടുക്കൽ ഞാൻ പോയി. നബി ഒരു സഞ്ചി തന്നു. അബൂ ഹുറൈറ, എപ്പോ വിശന്നാൽ കൈയിട്ടാ മതി, അതിന്റെ ഉള്ളിൽ നീത്തപ്പഴം വരും. ആ മാന്ത്രിക സഞ്ചി എനിക്ക് ആ ബഹളത്തിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. ഇസ്ലാമിക ലോകത്തിനെല്ലാം നഷ്ടപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തും വഹിച്ചുകൊണ്ട് മദീനത്തുൽ ബഖീയിലേക്ക് മയ്യത്തടക്കാൻ സഹാബത്ത് പോകുമ്പോ സഹോദരങ്ങളെ, എതിരാളികൾ പാത്തിരുന്നിട്ട് കല്ലെറിയാൻ തുടങ്ങി. സഹാബത്തിന്റെ കല്ലെറിഞ്ഞു. അവസാനം ഏത് സഹിക്കാൻ കഴിയാതെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് പൊതുറോഡിൽ വെച്ചിട്ട് സഹാബത്തോട് രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു മരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വർഗത്തിലെ കൂട്ടുകാരൻ പൊതുനിരത്തിൽ ഒരാൾ നോക്കാനില്ലാതെ, ഒരാളില്ലാതെ, ഏത് കാരണം വരാൻ കഴിയാതെ പൊതുജന മധ്യത്തിൽ നടുറോഡിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കിടന്നു. അവസാനം എല്ലാം ശാന്തമായി. സഹാബത്ത് വന്ന് വീണ്ടും മയ്യത്തെടുത്തു. ജന്നത്തുൽ ബഖീൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മയ്യത്തടക്കാൻ പോയപ്പോ എതിരാളികൾ സമ്മതിച്ചില്ല. ഇവിടെ അടക്കാൻ പറ്റില്ല, ജന്നത്തുൽ ബഖീൽ നിന്ന് വെളിയിലാക്ക്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ജന്നത്തുൽ ബഖീൽ അടക്കാൻ സമ്മതിച്ചില്ല. അവസാനം ജന്നത്തുൽ ബഖീലിന്റെ വെളിയിലാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തടക്കം ചെയ്യപ്പെട്ടത്. പക്ഷെ ഇപ്പൊ സിയാറത്തിന് പോയാൽ ജന്നത്തുൽ ബഖീലിന്റെ ഉള്ളിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത്. ഖബർ ബഖീലിന്റെ ഉള്ളിലാണ്, അല്ലെ? ബഖീലിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സഹാബിയുടെ വഫാത്ത്. എത്ര നന്നായി ജീവിച്ചു. ഖുർആൻ സ്തുതിച്ച അടിമ, ഇതാണ് ഖുർആൻ സ്തുതിച്ച അടിമയുടെ വഫാത്താണ്. ബഖീലടക്കാൻ സമ്മതിച്ചില്ല, എറിഞ്ഞു, വെളിയിലടക്കി. പക്ഷേ അമവി കാലഘട്ടത്തിൽ ജന്നത്തുൽ ബഖീൽ വിശാലമാക്കി. ഖബർ ഓട്ടോമാറ്റിക്കായിട്ട് ബഖീലിന്റെ ഉള്ളിലെ. ഞാൻ ഹജ്ജിന് പോകുമ്പോ എന്റെ കൂടെ 206 പേരുണ്ട്. അവരോട് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ മുമ്പിൽ നിൽക്കുക. അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിലെ കൂട്ടുകാരനാന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ റസൂലുള്ളാഹിയുടെ തൊട്ടടുത്ത, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തൊട്ടടുത്ത. പക്ഷേ മൂന്നാമത്തെ ഖലീഫ റസൂലുള്ളാഹിയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത മരുമകൻ എന്തേ വെളിയിലായി ഇത്ര അകലത്തിലെന്ന് നോക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് അറിയാതെ മനസ്സ് പറഞ്ഞു പോയത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ നിന്ന് നേരെ നോക്കിയാൽ ഒരൊറ്റ വര വരച്ചാലെത്തുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ നേരെയാ. അങ്ങകലെയാണെങ്കിലും ആ ബന്ധത്തിന്റെ പൂർണ്ണത പോലെ, പ്രേമത്തിന്റെ ആവിഷ്കാരം പോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ നിന്ന് നേരെ ഒരു വര വരച്ചാൽ എത്തുന്നത് എവിടേക്കെന്നറിയോ? അലാ സദരിൻ നബിയിൽ മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന്റെ നേരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന്റെ നേരെ. അങ്ങനെ ഖുർആൻ സ്തുതിച്ച അടിമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അള്ളാഹു നമ്മുടെ ഇന്നത്തെ വഅദ് കബൂലാക്കട്ടെ. കബൂലാകണമെങ്കിൽ ഖുർആൻ സ്തുതിച്ച അടിമയ്ക്ക് 3 ഗുണമുണ്ടായിരുന്നു. ആ 3 ഗുണം ജീവിതത്തിൽ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഒന്ന് രഹസ്യമായും പരസ്യമായും ധാരാളം സദഖ ചെയ്യുന്ന സ്വഭാവം അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. പിരിക്കാൻ വേണ്ടിയല്ല, അള്ളാഹു നൽകട്ടെ. ജീവിതത്തിൽ ചെയ്യണം, രഹസ്യമായും പരസ്യമായും. നമ്മുടെ വീട്ടിൽ ഒരു പാവപ്പെട്ടവൻ വന്നു, അവൻ ഒരു നേരത്തെ നിനക്ക് 100 കൊടുക്കാനില്ല, 10 റുപ്യ കൊടുക്കാൻ കഴിയുമെങ്കിൽ സദഖ, അത് അവനവന്റെ കഴിവനുസരിച്ച് അള്ളാഹു നൽകട്ടെ. 2 സഹോദരിമാര് സ്വർണ്ണാഭരണം നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പരലോകത്തിൽ നിന്റെ പ്രതിഫലം നൽകണേ അള്ളാഹുവേ. പടച്ചവനെ ഒരു സ്വർണ്ണ മോതിരം അസുഖശിഫയാവട്ടെ.
ആരും എഴുന്നേക്കണ്ടോടെ. 3 കാര്യം പറഞ്ഞു തരട്ടെ. 1 സദഖ ചെയ്യുക. 2 ആണുങ്ങൾക്ക് ഇപ്പൊ വേണ്ട പ്രധാനപ്പെട്ട കാര്യം ചെയ്യോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണങ്കാലിന്റെ ഭാഗത്ത് നിന്ന് വസ്ത്രം മാറി കിടന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ വസ്ത്രം മറച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു വന്നു. റസൂലുള്ള അങ്ങനെ തന്നെ ഇരുന്നു. വെളിവായ ഭാഗം റസൂലുള്ള മറച്ചില്ല. കുറെ കഴിഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ ആ വസ്ത്രം എടുത്തിട്ട് ആ വെളിവായ കാലിന്റെ ഭാഗം മറച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, അബൂബക്കർ വന്നപ്പോ മറച്ചില്ല, ഉമർ വന്നപ്പോ മറച്ചില്ല റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോ എന്തേ നബിയെ നിങ്ങൾ മറച്ചതെന്താ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണം കാരണത്താൽ മാറി നിൽക്കുന്ന മനുഷ്യനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നാണം കാണിക്കണ്ടേ? ഏറ്റവും വലിയ ലജ്ജയുള്ള സഹാബി, കാമിലുൽ ഹയാഇ വൽ ഈമാൻ, ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള പുരുഷൻ. നമ്മൾ സ്ത്രീകളുടെ ലജ്ജയെ കുറിച്ച് പറയും. ഞാൻ നേരെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ, ഘടികാരത്തിന്റെ സൂചി പുറകോട്ട് കറങ്ങട്ടെ, പുരുഷന് ലജ്ജ വേണം എന്ന് പറഞ്ഞ ഇത്തിരി പണം കൂടി ഒന്ന് ഗൾഫിൽ പോയി വന്ന രാവിലെ കെട്ടിക്കാറായ പെമ്മക്കളുണ്ടെങ്കിൽ ബർമുട ഇട്ടോട്ട് വാപ്പ നടക്കരുതെന്ന് ചുരുക്കും. എനിക്ക് പണമുണ്ട്, എനിക്ക് അത്യാവശ്യ സാമ്പത്തികമുണ്ട് എന്ന് 4 പേര് അറിയാതെ ഇപ്പോഴത്തെ അടയാളം എന്താ? ബർമുട. എനിക്ക് പണമുണ്ട്, ഞാൻ ഗൾഫിലാണ്, അത്യാവശ്യമൊക്കെ ആയി എന്നറിയിക്കാനുള്ള സിമ്പൽ ഏതാ? പെണ്ണിനല്ല, പുരുഷന് ലജ്ജ വേണം. പുരുഷന് ലജ്ജ വേണം. പുരുഷന് ലജ്ജ വേണം. ലജ്ജയുള്ള പുരുഷനാണ്. 3 ഗുണപാഠം ഇന്ന് പഠിച്ചിട്ട് പോയി. 2 ദിക്ർ പഠിച്ചില്ലേ? മറന്നാ? ഇന്നത്തെ മറന്ന 2 ദിക്റും പഠിച്ചു, 3 ഗുണപാഠവും പഠിച്ചു. ഇൻഷാല്ലാഹ് ജീവിതം ഒന്ന് സദക്ക കടിയുന്ന പോലെ ചെയ്യും. എല്ലാ സദസ്സിലും ചെയ്യും. വെള്ളിയാഴ്ച പള്ളിയിൽ ബക്കറ്റ് വരുമ്പോ ഒടുക്കത്തിരിപ്പ് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഒരാൾ ഉറക്കമില്ലാത്ത വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോ എനിക്കൊരു കോടീശ്വരൻ അറിയാം, മഹലൊന്നും പറയില്ല, ഇന്നേ വരെ വെള്ളിയാഴ്ച ആൾ വീട്ടിൽ വേണ്ടിട്ട്. അയാൾക്കാണെങ്കിലോ എത്ര സമ്പത്തുണ്ടത്? 2 മക്കൾ, ആൺമക്കളാ. സമ്പത്ത് വീതിക്കണമെങ്കിൽ വില്ലേജ് ഓഫീസർ എഴുതി അളന്നാ പറ്റൂല. 2 കല്ലെടുത്തിട്ട് ഇങ്ങനെ അറിയണം. ആ കല്ല് പോണത് മൂത്ത മോൻ, ഈ കല്ല് പോയി ഇവിടെ ഇളയ മോൻ. അങ്ങനെ തിരിക്കാൻ പറ്റും. അത്രയ്ക്ക് സമ്പത്ത്. അള്ളാഹു സദക്കയുടെ സ്വഭാവം തരട്ടെ. 2 ലജ്ജ വേണം. ചെറുപ്പക്കാരെ ലജ്ജ വേണം. ഈ ഇന്നർവെയർ മുകളിലും പാന്റ് താഴെ കിടക്കുന്ന ഈ ആഭാസം അവസാനിക്കും. അള്ളാടെ റഹ്മത്തിന് മറ്റുണ്ടാവില്ല. പിന്നെ ഇമാതിരി എന്താ അതിന്റെ പേര്? സ്കേറ്റ് മുടി ഇങ്ങനെ വെക്കണ സാധനം. ഈ കാന്തം മണ്ണിലിട്ടാ സാധനം ഇരിക്കണ മാതിരി ഇരിക്കില്ല മുടി. എന്താ അതിന്റെ പേര്? സ്പൈക്ക്. അതെ, സ്പൈക്ക് ചെയ്യുക. ഈ ആഭാസം നിർത്തണം. പള്ളിയിൽ പോയാൽ പോലും നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു പുരുഷൻ മാന്യമായ രീതിയിൽ ചെറുപ്പക്കാരെ വേഷവിധാനം ചെയ്യണം. ഇത് ആഭാസമാണ്. അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കൾ നോക്കൂല. ഇതിന് മാറണം. ചെയ്യുവോ? 1 സദക്ക, 2 ലജ്ജ, 3 ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറ് കണ്ടാല് പൊട്ടിക്കരയുമായിരുന്നു. പൊന്നുമോനെ, ഒരു സ്വഭാവം ഉണ്ടാക്കണം. നാളെ മുതൽ സ്വർഗം ഉറപ്പിച്ച മുത്തക്കിയാണ് നീ. നിന്റെ പള്ളിപ്പറമ്പിലെ ഖബറ് കാണുമ്പം ഒരു തുള്ളി കണ്ണുനീര് ചാലിട്ടെടുക്കണം. വീട്ടിലെ മെത്തയും വിട്ട് പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും മേൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ മറമാടും കാബർ ബഹുജോറിലേ, മറമാടും കാബർ ബഹുജോറിലേ. നാളെ ചേരിൽ പുതിയാപ്പിളയെ പോലെ കണ്ണില് സുറുമയിട്ട് കുന്തിരിക്കവും വെച്ച് ഒരിക്കലും മണ്ണ് പറ്റാത്ത വെള്ളത്തുണിയിട്ട് കബറിൽ ഞാൻ മലന്ന് കിടക്കുമ്പോ എന്റെ മുഖത്തേക്ക് വരുന്നിടെന്താ? വീട്ടിലെ മെത്തയും വിട്ട് വിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. പടച്ചവനെ, 6 അടി മണ്ണിൽ ഞാൻ മലന്ന് കിടക്കുമ്പോ എന്റെ മുഖത്തേക്ക് വരുന്നത് കല്ലും മണ്ണുമല്ലേ?
അന്ന് മുസാഫഹത്ത് ചെയ്യാൻ നിന്നവരെവിടെ? അഹമ്മദ് കബീർ 6 അടി ഒന്നും ഉണ്ടാവില്ല. കിളയ്ക്കുമ്പൊരൽപ്പം കല്ല് കണ്ടാൽ വെട്ടുന്നവരൽപ്പം മാറ്റും. 6 അടി കുറഞ്ഞു. 6 അടിയില്ല. വെട്ടിയപ്പോ കല്ല് കണ്ടന്തറയിലെ പള്ളിയില് വെട്ടുന്നവര് തൂമ്പൊരൽപ്പം ഇങ്ങോട്ട് മാറ്റി. 6 അടി പോലുമില്ല. മലന്നിങ്ങനെ കിടക്കുകയാണ് അഹമ്മദ് കബീർ. കാത്ത പ്രസംഗത്തിന് കാത്തിരുന്നത് എവിടെ? മുസാഫഹത്ത് ചെയ്തവരെവിടെ? ഉസ്താദെ എന്ന് പറഞ്ഞ് പുറകെ നടന്നവരെവിടെ? കാത്തിരുന്ന മക്കളെവിടെ? കെട്ടിപ്പിടിച്ച ഭാര്യ എവിടെ? അല്ലാഹുവേ, മരണം പറയാതെ ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാറില്ല. എന്തെന്നറിയോ? റസൂലുള്ളാഹിയുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ നാട്ടിലൊരു വലിയ പ്രഭാഷകൻ വന്നിട്ടുണ്ട്. എന്തോ ഒരു വകതാണ്, എന്തൊരു പ്രസംഗമാണ് നബിയെ. ജനലക്ഷങ്ങൾ കേൾക്കാൻ കാത്തു നിൽക്കുകയാ. റസൂലുള്ള ചോദിച്ചു, ആ പ്രസംഗിക്കുന്ന ആളും മരണത്തെക്കുറിച്ച് വകത് പറയുവോ? ഇല്ല നബിയെ, മരണത്തെക്കുറിച്ച് പറയാറില്ല. എന്നയാള് നല്ല പ്രഭാഷകനല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് ഞാൻ മരണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അള്ളയുടെ നല്ല പ്രഭാഷകനാക്കട്ടെ, ഇഹത്തിലും പരത്തിലും. അല്ലാഹുവേ, അഹമ്മദ് കബീർ മലന്ന് കിടക്കാണ്. പലക വെച്ചിട്ട് മുകളിൽ പലക വെച്ചു. ഒരു ചെറിയ സുഷിരം കണ്ടു. ആളുകൾ പറഞ്ഞു, ആ ഊട്ട കൂടെ അടയ്ക്കുക. പലക വെച്ചടച്ചു. പലകയുടെ ഇടയിൽ ഒരു വിടവ്. അവിടെ മണ്ണ് ഉടച്ചിട്ട് അടയ്ക്കും. മണ്ണ് താഴോട്ട് വീഴാൻ പാടില്ല. ഒരു ശ്വാസം പോലും അകത്തോട്ട് വരാത്ത രാത്രിയിൽ പൊന്നുമോനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച്, എന്തിനാ ഖബർ കണ്ടിട്ട് കരയുന്നത്? എന്തിനാ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരനല്ലയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി പറഞ്ഞ് ഞാൻ തിരിയുകയാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള ചവിട്ടുപടി ഒന്നാമത്തേതാണ്. ഖബറിൽ രക്ഷപ്പെട്ടോ, സിറാത്ത് രക്ഷപ്പെട്ടു. ഖബറിൽ രക്ഷപ്പെട്ടോ, ഹിസാബ് രക്ഷപ്പെട്ടു. ഖബറിൽ രക്ഷപ്പെട്ടോ, അർശ് രക്ഷപ്പെട്ടു. ഖബറിൽ രക്ഷപ്പെട്ടോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിന്റെ ആദ്യത്തെ കവാടം ഖബറാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടനുമാ വിട്ടു നീ കരേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. അല്ലാഹുവേ, ഞങ്ങളെ ഖബർ രക്ഷിക്കണേ. അല്ലാഹുവേ, ഒരൊറ്റ വഴി ഖബർ കാണുമ്പോ കരയുക. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ. അല്ലാഹ്, പാപി ജീവിതം പാപരഹിതമാക്കണേ തമ്പുരാനെ. പൈശാചിക ദുർബോധനത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റബ്ബേ, വിശാലമാക്കി തരണേ റബ്ബേ. പട്ടാള ക്യാമ്പിൽ നിന്ന് ക്രൂരമായി ചെയ്യപ്പെട്ട് കയ്യും കാലും വെട്ടി എറിയപ്പെട്ട മാലിക്ക ബീഗത്തെ പോലെയുള്ള കാശ്മീരിലെ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാഹ്. ഗുജറാത്തിലെ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാഹ്. ഇസ്ലാമിനെതിരായ ഭരണാധികാരികളെ നീ എത്തിക്കല്ലേ അല്ലാഹ്. ജയിലിലടക്കപ്പെട്ട അബ്ദുൽ നാസർ മൈദനിക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. മോചനം നൽകണേ റബ്ബേ, മോചനം നൽകണേ റബ്ബേ. കുടുംബത്തിന് നീ അത്താണിയാക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, മരിക്കുന്നത് വരെ നിന്റെ ദീനിന്റെ മാർഗത്തിൽ നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, മരിക്കുന്ന നേരം സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ മരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. 6 അടി മണ്ണിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമ്പോ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും വെളിച്ചം നൽകുന്ന സദക്കയാക്കണേ അല്ലാഹ്, സലാത്താക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുഖത്തേക്ക് മണ്ണ് വന്ന് വീഴുമ്പോ പടച്ചവനെ ആശ്വാസം പകരുന്ന ഖുർആനാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഖുർആൻ സ്തുതിച്ച അടിമയുടെ വഴിയെ ഞങ്ങളെയും നടത്തണേ റബ്ബേ. നാളെ പരലോകത്തെഴുന്നേറ്റ് നിൽക്കുമ്പോ അർശിന്റെ തണല് നൽകണേ അല്ലാഹ്. സിറാത്ത് നിന്നെ വേഗത്തിൽ നടത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേദനിക്കുമ്പോ സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാഹ്.
അള്ളാഹുവേ ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവർ ഇന്നലെയും ഇന്നുമായി ഇവിടെ പങ്കെടുത്ത ബഹുമാനരായ ഉലമാക്കൾ, അള്ളാഹുവേ ഞങ്ങളുടെ സമുദായത്തിന്റെ എല്ലാ പ്രഭാഷകരും അള്ളാഹുവേ നീ എല്ലാവരെയും നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ, നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ. റബ്ബന റഹം ആബാഅനാ വഉമ്മഹാത്തിനാ കമാ റബ്ബൗനാ സിഗാറ വസല്ലി അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.